ക്ലാസ് 2 എല്ലാ കുട്ടികൾക്കും സ്വാഗതം. രാഹുൽ സാറാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോർഡിനേഷൻ കോമേഴ്സ്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു, സാർ കോർഡിനേഷൻ കോമേഴ്സ് ഒന്നും അറിയില്ല. അപ്പം അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഇത്രയും വർഷം, അതായത് 2002 തൊട്ട് 2023 വരെ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ആ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അറിഞ്ഞുകൂടാത്ത എല്ലാവരും ഓടി വന്നോളാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ക്ലിയർ ആക്കി കംപ്ലീറ്റ് ആക്കി മനസ്സിലാക്കി കൈത്തരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലോട്ട് പോവാം. അതിനു മുന്നേ നമുക്ക് എക്സാം നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് അത്ര പാടൊന്നും ആയിരിക്കത്തില്ല, ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ മാക്സിമം സ്കോർ ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പം ഇതിൻ്റെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ചോദിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 6 ദിവസം കംപ്ലീറ്റ് പാക്കേജ് കണക്ക് ഫ്രീ ആയിട്ട് മാക്സിമം പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാ വീഡിയോസും തരും. അപ്പം വീഡിയോസ് ബാക്കി വരുന്നുണ്ട്, ഓരോ വീഡിയോസിനും വെയിറ്റ് ചെയ്തിരിക്കുക. ഇതിപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എടുത്ത് ചെയ്യാൻ പോകുന്നത്. ബാക്കി കുറേ ചാപ്റ്റേഴ്സൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലോട്ട് പോകാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ക്ലിയർ ആക്കി കൈ തരാം. ഇത്രയും മാത്രം പഠിച്ചിട്ട് പോവുക, വേറൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇനി പഠിക്കാത്തവരും പഠിച്ചവരും എല്ലാം വന്നോളുക, ക്ലിയർ ആക്കി കൈ തരാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഇതിനകത്ത് നമുക്ക് ബേസിക്കലി 4 രീതിയിലാണ് നമുക്ക് ടോപ്പിക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഈ 4 രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബേസിക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നെയിമിംഗ് ആണ്. ദെൻ മൂന്നാമത്തേത് ഐസോമെറിസമാണ്. ഐസോമെറിസം ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് കേട്ടോ, ഐസോമെറിസം. നാലാമത്തേത് ഷേപ്പാണ്. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തിയറീസ്. ഇങ്ങനെ 4 രീതിയിലാണ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. രണ്ടെന്ന് പറയുന്നത് നെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. 3 ഐസോമെറിസം. 4 ഷേപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തിയറീസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ബേസിക്കാണ്. ബേസിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മുടെ കയ്യിലോട്ട് തന്നിട്ട് ഇതിനകത്ത് ആരാണ് സെൻട്രൽ മെറ്റൽ, ആരാണ് ലിഗാൻഡ്, എത്രയാണ് കോർഡിനേഷൻ നമ്പർ, പിന്നെ അതേ കണക്ക് തന്നെ എന്താണ് പ്രൈമറി വാലൻസി, എന്താണ് സെക്കൻഡറി വാലൻസി, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതാണ് ആദ്യത്തെ ബേസിക്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അതിൻ്റെ കോർഡിനേഷൻ കോമ്പൗണ്ട് തരികയാണ് CrH2O 4 ടൈംസ് Cl2. ഇത് തന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഇതിൽ ആരാണ് സെൻട്രൽ മെറ്റൽ, ആരാണ് ലിഗാൻഡ്, എത്ര ലിഗാൻഡ് ഉണ്ട്, കോർഡിനേഷൻ നമ്പർ എത്രയാണ്, പ്രൈമറി വാലൻസി എന്താണ്, സെക്കൻഡറി വാലൻസി എന്താണ്, ഇങ്ങനെ ഓരോ രീതിയിലും ചോദിക്കും. ഇതാണ് ബേസ്. അങ്ങനെ ഒരുപാട് വട്ടം നമുക്ക് അതൊരു സബ് ക്വസ്റ്റ്യൻ പോലെ ആയിരിക്കും. ഒരു ഇങ്ങനെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ABCD എന്ന് പറഞ്ഞ് ഇങ്ങനെ താഴോട്ട് ക്വസ്റ്റ്യൻ കാണും. 1 മാർക്ക് 1 മാർക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ കാണും. മിനിമം ഒരു 4 മാർക്കിനെങ്കിലും ചോദിക്കാൻ പറ്റുന്നതാണ് ബേസിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ നമുക്ക് വെയിറ്റേജ് കൂടി ഒരു 10 മാർക്കിന് അടുപ്പിച്ച് വെയിറ്റേജ് ഉണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ടിന്. ഇതിപ്പോൾ ഈ വീഡിയോ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു മണിക്കൂർ അത്രയും ഒരു വീഡിയോ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 8 മാർക്കും കൂടെ മതി പാസ്സാവാൻ വേണ്ടിയിട്ട്. 10 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിന് ചോദിക്കുക, 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പം ബേസിക്സിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് മെറ്റലാണ്. മെറ്റൽ ആരാണെന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് മെറ്റൽ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതാണ് കോർഡിനേഷൻ സ്പിയർ. ഈ സ്ക്വയർ ബ്രാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ സ്പിയർ. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ സ്പിയറിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ സ്പിയർ. ഈ കോർഡിനേഷൻ സ്പിയറിനകത്താണ് മെറ്റലും ലിഗാൻഡും വരുന്നത്. കോർഡിനേഷൻ സ്പിയറിനകത്ത് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് മെറ്റലും ലിഗാൻഡും വരുന്നത്. ഓക്കെ, മെറ്റൽ ആരാണ്, ലിഗാൻഡ് ആരാണെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ലിഗാൻഡ് ആരാണ്, അപ്പോൾ കോർഡിനേഷൻ സ്പിയറിനകത്താണ് മെറ്റലും ലിഗാൻഡും വരുന്നത്. ഈ മെറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ ഒരെണ്ണേ കാണത്തുള്ളൂ, ഒറ്റ ഒരെണ്ണം. അത് ലെഫ്റ്റ് സൈഡിൽ, അതായത് കോർഡിനേഷൻ സ്പിയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്ന ആളായിരിക്കും മെറ്റൽ. ഇവിടുത്തെ മെറ്റൽ ആരാ, Cr ആണ്. സോ മെറ്റൽ Cr ആണ്. പിന്നെ ലിഗാൻഡ്, ആ മെറ്റൽ ഒഴികെ ബാക്കി ആ കോർഡിനേഷൻ സ്പിയറിനകത്ത് ആരൊക്കെ ഉണ്ടോ, Cr ഒഴികെ
ആ കോർഡിനേഷൻ സ്പിയറിനകത്ത് ആരൊക്കെ ഉണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് ലിഗാൻഡ്. CR ഒഴികെ ആര് മാത്രമേ ഉള്ളൂ? H2 മാത്രമേ ഉള്ളൂ. Cl ഉണ്ട്, അത് പുറത്ത് കിടക്കുന്ന ആളെ നമ്മൾ ലിഗാൻഡ് എന്ന് വിളിക്കില്ല. ഈ സ്പിയറിന്, ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നവരാണ് മെറ്റലും ലിഗാൻഡും. അതിൽ ഒരെണ്ണമാണ് മെറ്റൽ, അത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആൾ, പിന്നെ ലിഗാൻഡ് H2. ലിഗാൻഡ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. എത്ര ലിഗാൻഡ് ഉണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ 4 ആണ്. എത്ര ലിഗാൻഡിൻ്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ ലിഗാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഞാനൊന്ന് മായ്ക്കുകയാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, സോ ഞാനിതൊന്ന് മായ്ക്കുകയാണ്. ഈ ലിഗാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്. അത് തന്നെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ മോണോഡെൻഡേറ്റ്, പിന്നെ ബൈഡെൻഡേറ്റ്, പിന്നെ പോളിഡെൻഡേറ്റ്, ആംബിഡെൻഡേറ്റ്, ചീലേറ്റ്. ഇത്രയും ടൈപ്പ് ലിഗാൻഡ് നമുക്കുണ്ട്. മോണോഡെൻഡേറ്റ് ഉണ്ട്, ബൈഡെൻഡേറ്റ് ഉണ്ട്, പോളിഡെൻഡേറ്റ്. ഇത് മൂന്നും ബോണ്ട് എത്ര ഫോം ചെയ്യും അതിനെ ബേസ് ചെയ്തിട്ടാണ്. എത്ര ബോണ്ട് ഫോം ചെയ്യും, നമ്പർ ഓഫ് ബോണ്ട്സ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ബോണ്ടിൻ്റെ ബേസിലാണ് നമ്മൾ ഇത് മൂന്നുമായിട്ട് ലിഗാൻഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെ ബാക്കി 2 ലിഗാൻഡ് ആംബിഡെൻഡേറ്റും ചീലേറ്റുമാണ്. അത് സെപ്പറേറ്റ് എന്താണെന്ന് പറയാം. ഒരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ഒരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ. അപ്പോൾ 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ഒരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് മോണോഡെൻഡേറ്റ്. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ. അപ്പോൾ 2 ഇലക്ട്രോൺ കൊടുത്ത് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് മോണോഡെൻഡേറ്റ്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. ബൈഡെൻഡേറ്റ്, ബൈ എന്ന് പറയുമ്പോൾ 2 അല്ലേ, അപ്പോൾ 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഒരു ബോണ്ട് 2 ആകുമ്പോൾ 2 ബോണ്ട് എത്ര ഇലക്ട്രോൺ? 4 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ എക്സാമ്പിൾ ബൈഡെൻഡേറ്റിന് ഒന്നാമത്തെ എക്സാമ്പിൾ EN ആണ്. ENനെ വിളിക്കുന്ന പേര് എത്തിലീൻ 1,2-ഡൈഅമീൻ. ഇതാണ് EN എന്ന് പറയുന്നത്. ബൈഡെൻഡേറ്റിന് എക്സാമ്പിൾ ആണ്. ഇത് പഠിക്കണം, എക്സാമിന് ചോദിക്കുക, അതുകൊണ്ട് പഠിക്കണമെന്ന് പറഞ്ഞത്. ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കുന്നത്: CH2, NH2, NH2. ഇതാണ് എത്തിലീൻ 1,2-ഡൈഅമീൻ. ഓക്കെ, എന്തിന് എക്സാമ്പിളാണ്? ബൈഡെൻഡേറ്റിന് എക്സാമ്പിളാണ് എത്തിലീൻ 1,2-ഡൈഅമീൻ. ഞാനിത് പറയുന്നത് ഈ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് വരും, അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ പറയുന്നത്. ഇതിപ്പോൾ ലിഗാൻഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. പോളിഡെൻഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 ബോണ്ടിൽ കൂടുതൽ, അല്ലെങ്കിൽ 2 ബോണ്ടിൽ കൂടുതൽ, 2 ബോണ്ട് വരെ ബൈഡെൻഡേറ്റ്, 2ൽ കൂടുതൽ എത്ര ബോണ്ട് ഫോം ചെയ്താലും പോളിഡെൻഡേറ്റ് ആണ്. 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം, എത്ര വേണമെങ്കിലും ആകും. അതിൽ 6 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, 6 ബോണ്ട്, അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. 6 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നതിൻ്റെ എക്സാമ്പിളാണ് EDTA. 6 ബോണ്ട്, 2 ബോണ്ടാകുമ്പോൾ ബൈ, 3 ആകുമ്പോൾ ട്രൈ, 4 ആകുമ്പോൾ ടെട്ര, 5 ആകുമ്പോൾ പെൻഡ, 6 ആകുമ്പോൾ ഹെക്സ. അപ്പോൾ ഏത് ലിഗാൻഡാണ് EDTA? ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്. അതിൻ്റെ എക്സാമ്പിൾ പഠിക്കണം. ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്. ഈ EDTയുടെ സ്ട്രക്ചർ ഇങ്ങനെ, അപ്പോൾ ഞാനതൊന്ന് ക്ലിയർ ആക്കി വരയ്ക്കാം. ഓക്കെ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം ഇങ്ങോട്ട്, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആകും. കാരണം അത് എക്സാമിന് നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ. ബാക്കി നമുക്ക് എന്നിട്ട് ബേസിക്സ് നമുക്ക് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ലിഗാൻഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിഗാൻഡ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തേന്ന് പറയുന്നത് മോണോഡെൻഡേറ്റ്. 2 പറയുന്നത് ബൈഡെൻഡേറ്റ് അല്ലേ. 3 പറയുന്നത് പോളിഡെൻഡേറ്റ് അല്ലേ. 4 പറയുന്നത് ആംബിഡെൻഡേറ്റ് അല്ലേ. 5 പറയുന്നത് ചീലേറ്റ്. ഓരോന്നായിട്ട് നോക്കാം.
അതിൽ മോണോഡെൻഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോണോ മീൻസ് ഒരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ. ഇപ്പോൾ 2 ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. അതിന് എക്സാമ്പിൾ ഒത്തിരി എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് കാണാതെ പഠിച്ച് വെക്കണ്ട. ഇതൊഴികെ നിങ്ങൾക്ക് കുറച്ച് ഈ ബൈഡെൻഡേറ്റും പോളിഡെൻഡേറ്റും ഒഴികെ എന്ത് തന്നു കഴിഞ്ഞാലും അത് മോണോഡെൻഡേറ്റ് ആണ്. ബൈഡെൻഡേറ്റും പോളിഡെൻഡേറ്റും ഒഴികെ എന്ത് തന്നാലും അത് മോണോഡെൻഡേറ്റ് ആണ്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ബൈഡെൻഡേറ്റ് എന്ന് ഇതിന് എക്സാമ്പിൾ ഒത്തിരി എണ്ണം ഉണ്ട്. എക്സാമ്പിൾ Cl-, Br-, OH-, I-, CO3 2- ഒത്തിരി എണ്ണമുണ്ട് വെറുതെ. അപ്പോൾ അതിന് NH3, H2O ഇതെല്ലാം ഒരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അതെല്ലാം മോണോഡെൻഡേറ്റ് ആണ്. ബൈഡെൻഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നത്? 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. 2 ബോണ്ട് എന്ന് പറയുമ്പോൾ 4 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. അത് 2 എണ്ണം ഉണ്ട്. 2 എക്സാമ്പിൾ അതിന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഒന്നാമത്തത് EN, രണ്ടാമത്തത് OX. EN വിളിക്കുന്ന പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എത്തിലീൻ 1,2-ഡയമീൻ. ഇതിന് OX-നെ വിളിക്കുന്ന പേര് ഓക്സലേറ്റ് അയോൺ. ഇത് രണ്ടും ബൈഡെൻഡേറ്റിന് എക്സാമ്പിളാണ്. 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, എത്തിലീൻ 1,2-ഡയമീൻ്റെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കാം. CH2, CH2, NH2, NH2. ഇതിൻ്റെ ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കാം. COO-, COO-. ഇതാണ് എത്തിലീൻ 1,2-ഡയമീൻ ഓക്സലേറ്റ്. ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് 2 ബോണ്ട് ഫോം ചെയ്യും. 2 ബോണ്ട് നൈട്രജനാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ 2 ബോണ്ട് ഫോം ചെയ്യുന്നത് ഓക്സിജനാണ്. 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? 2 ബോണ്ട്. ഇവിടെ 2 ബോണ്ട് ഫോം ചെയ്യുന്നത് നൈട്രജനാണ്. ഇവിടെ 2 ബോണ്ട് ഫോം ചെയ്യുന്നത് ഓക്സിജനാണ്. അത് പ്രത്യേകം പഠിച്ചു വെച്ചോണം. ആരാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത്? ഇവിടെ 2 ഡൊണേറ്റ് ചെയ്യുന്നത് ഓക്സിജനാണ്, ഇവിടെ 2 ഡൊണേറ്റ് ചെയ്യുന്നത് നൈട്രജനാണ്. ഇനി അടുത്തത് പോളിഡെൻഡേറ്റ്. പോളിഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ 2-ൽ കൂടുതൽ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. 2-ൽ കൂടുതൽ. 3 ട്രൈഡെൻഡേറ്റ്, 4 ടെട്ര, 5 പെൻറ്റ, 6 ഹെക്സ, 7 ഹെപ്റ്റ, ഒക്ട, അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അതിൽ ഹെക്സാഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ എത്ര ബോണ്ട്? ഹെക്സാഡെൻഡേറ്റ്. ഹെക്സ എന്ന് പറയുമ്പോഴത്തേക്ക് മോണോ എന്ന് പറയുമ്പോൾ 1 ബോണ്ട്. ഹെക്സ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ബോണ്ട്? 6 ബോണ്ട്. 6 ബോണ്ട് ആകുമ്പോൾ എത്ര ഇലക്ട്രോൺ? 12 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. 12 ഇലക്ട്രോൺ. അതിൻ്റെ എക്സാമ്പിളാണ് EDT. EDTയുടെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ ഇവിടെ വരയ്ക്കാൻ നോക്കിക്കോളാം. സിമ്പിളാണ്. CH2, N. കണ്ടോ, ഒരേ കണക്കാണ്. CH2, N. ഇനി ഇവിടെ CH2, COO-, CH2, COO-, ഇവിടെ CH2, COO-, CH2, COO-. CO ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. CO- ചിലപ്പോൾ ഇങ്ങനെ COO- ഇങ്ങനെ എഴുതാറുണ്ട് കേട്ടോ. COO-. എന്തായാലും 2 സെയിം തന്നെ. നിങ്ങൾ നോക്കി 2 സൈഡ് ഒരേ കണക്കാണ് ഇരിക്കുന്നത്. ഇത് ഹാഫ്. CH2N, CH2CO-, CH2CO-, CH2N, CH2CO. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രം പഠിച്ചാൽ മതി. കേട്ടോ, CH2N, CH2CO-, CH2. അത് തന്നെ ഇപ്പുറവും CH2N, CH2. 2 സൈഡ് ഒരേ കണക്കാണ്. EDT 6 ബോണ്ട് ഫോം ചെയ്യാൻ 12 ഇലക്ട്രോണെ കൊടുക്കാൻ പറ്റും. ആരൊക്കെയാണെന്നറിയോ കൊടുക്കുന്നത്? 2 നൈട്രജനും 4 ഓക്സിജനും. 2 ബോണ്ട് ഫോം ചെയ്യുന്നത് നൈട്രജനും ബാക്കിയുള്ള 4 ബോണ്ട് ഫോം ചെയ്യുന്നത് ഓക്സിജനുമാണ്. സ്ഥിരം എക്സാമിന് ചോദിക്കുന്നത് ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ എഴുതുക, എന്തുവാ, അല്ലെങ്കിൽ ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ എഴുതുക, അല്ലെങ്കിൽ ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ എഴുതുക. 2 EDT ഒറ്റ പഠിക്കാനുള്ളൂ. എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും? 6 ബോണ്ട്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എത്ര? 6. എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും? അതാണ് കോർഡിനേഷൻ നമ്പർ. 6 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ 6 കോർഡിനേഷൻ നമ്പർ. 2 നൈട്രജനും ബാക്കി 4 ആരുമാണ്? ഓക്സിജനുമാണ്. മൊത്തം എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും? അതാണ് കോർഡിനേഷൻ നമ്പർ. മോണോഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ 1 ബോണ്ടേ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 1. ബൈഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അതായത് ആ ഒരാൾക്ക് തന്നെ 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 2. ഇവിടെ കോർഡിനേഷൻ നമ്പർ 6. 6 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഇനി ആംബിഡെൻഡേറ്റ്. ആംബിഡെൻഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ബൈഡെൻഡേറ്റ് ലിഗാൻഡാണ്. ബൈഡെൻഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റണം? 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റണം. പക്ഷേ ഇവർക്ക് 1 ബോണ്ടേ ഫോം ചെയ്യാൻ പറ്റും. അതായത്
ഈ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത് രണ്ട് പേർക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ രണ്ട് പേര് അവിടെ ഇലക്ട്രോൺസിനെ കൊടുത്ത് ബോണ്ട് ഫോം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാനൊരു ബൈഡെൻറ്റേറ്റ് ലിഗാൻഡാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇതിനും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, ഇയാൾക്കും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരേ സമയം രണ്ട് പേർക്കും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇയാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ കൊടുക്കില്ല, ഇയാൾ കൊടുത്താൽ ഇയാൾ കൊടുക്കില്ല. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ആംബിഡെൻറ്റേറ്റ്. അതൊരു ബൈഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. കാരണം ബൈഡെൻറ്റേറ്റ് ആകുമ്പോൾ രണ്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് പിന്നെ അതിനെ ഇവിടെ ഉൾപ്പെടുത്താത്തത്? എന്തുകൊണ്ടാണ്? രണ്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമെങ്കിലും അവർക്ക് ഒരു സമയം എത്ര ബോണ്ടേ ഫോം ചെയ്യാൻ പറ്റൂ? ഒരു ബോണ്ട്. ഒരു സമയം ഒരു ബോണ്ട്. അത് ഒരാൾ ഫോം ചെയ്താൽ മറ്റേ ആൾ ചെയ്യില്ല, അയാളാണ് ഫോം ചെയ്യുന്നതെങ്കിൽ മറ്റേ ആൾ ചെയ്യില്ല. അതിന് എക്സാമ്പിളാണ് SCN മൈനസും NO2 മൈനസും. SCN മൈനസ് രണ്ടെണ്ണം ഉണ്ട്. SCN മൈനസും ഉണ്ട്, NCS മൈനസും ഉണ്ട്. ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് S ആണ്, ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് N ആണ്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് തയോസയനേറ്റോ. ബോണ്ട് ഫോം ചെയ്താൽ ഇതിനെ വിളിക്കുന്ന പേര് ഐസോതയോസയനേറ്റോ. ഐസോതയോസയനേറ്റോ. ഇനി NO2 രണ്ട് പേർക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. NO2 മൈനസ് ഒന്നും എഴുതാം, ONO മൈനസ്. NO2 മൈനസ് തന്നെയാണ് ONO മൈനസ്. ഇതിനെ വിളിക്കുന്ന പേര് നൈട്രിറ്റോ N. ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്ന N ആണ്. നൈട്രിറ്റോ O. ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് O ആണ്. അതായത് എന്നിനും ഓയ്ക്കും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പം SCN മൈനസ് ഇല്ലേ, SCN മൈനസിൽ സൾഫറിനും നൈട്രജനും രണ്ട് പേർക്കും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റണ്ടേ? പക്ഷെ പറ്റത്തില്ല. എസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ N ഫോം ചെയ്യില്ല, N ഫോം ചെയ്താൽ S ഫോം ചെയ്യില്ല. S ആണ് ഫോം ചെയ്താൽ അതിനെ തയോസൈനേറ്റ് എന്നും, N ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഐസോ തയോസൈനേറ്റ് എന്നും വിളിക്കും. NO2 അതാണ്. എന്നിന് ഫോം ചെയ്യാൻ പറ്റും, ഓയ്ക്കും. N ഫോം ചെയ്താൽ നൈട്രിറ്റോ N-ഉം, O ഫോം ചെയ്താൽ നൈട്രിറ്റോ O-യും. N ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, O ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ എഴുതുന്നത്. ഇതാണ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്. ലാസ്റ്റ് ചീലേറ്റ് ലിഗാൻഡ്. ചീലേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിന് ചുറ്റും സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ലിഗാൻഡുകളെ വിളിക്കുന്ന പേരാണ് ചീലേറ്റ്. നമ്മുടെ മെറ്റലിന് ചുറ്റും സൈക്കിൾ പോലെ അവിടെ ഇങ്ങനെ ഇരിക്കും, ബോണ്ട് ഫോം ചെയ്യുന്നത് സൈക്ലിക് ഷേപ്പിലായിരിക്കും. അങ്ങനെയുള്ള ലിഗാൻഡുകളെ വിളിക്കുന്ന പേരാണ് ചീലേറ്റ് ലിഗാൻഡ്. അതിൻ്റെ എക്സാമ്പിളാണ് EN ആരാ? എത്തിലീൻ 1,2 ഡയമീൻ. OX ആരാ? ഓക്സലേറ്റ്. EDT ആരാ? എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്. ഇത്രയുമാണ് ലിഗാൻഡ്. ഈ ലിഗാൻഡിൽ നിന്ന് ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി വട്ടം. ചിലപ്പോൾ അവർ ചോദിക്കും ഒരു പോളിഡെൻറ്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ എഴുതാം. ഏതൊക്കെയാണ് അതിൻ്റെ ഡോണർ ആറ്റംസ്, അതിന് എത്ര ഡോണർ ആറ്റംസ് ഉണ്ട്, എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഒരു ഹെക്സാഡെൻറ്റേറ്റ് ലിഗാൻഡിന് ഒറ്റ ഒരു എക്സാമ്പിളേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പോളിഡെൻറ്റേറ്റ് ലിഗാൻഡിന് ഒറ്റ ഒരു എക്സാമ്പിളേ ഉള്ളൂ, EDT. ഇതാണ് സ്ട്രക്ചർ. അതിന് 6 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അതായത് 12 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും. 6 ബോണ്ട് 12 ഇലക്ട്രോൺസ്. 2 നൈട്രജനും 4 ഓക്സിജനും. 2 ബോണ്ട് ഫോം ചെയ്യുന്ന നൈട്രജനും 4 ബോണ്ട് ഫോം ചെയ്യുന്ന ഓക്സിജനുമാണ്. പിന്നെ ചീലേറ്റ് ലിഗാൻഡ് എന്താണെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മെറ്റലിന് ചുറ്റും സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ആൾക്കാരാണ് ദ ലിഗാൻഡ് വിച്ച് ഫോംസ് സൈക്ലിക് സ്ട്രക്ചർ അറൗണ്ട് ദി സെൻട്രൽ മെറ്റൽ. സെൻട്രൽ മെറ്റലിന് ചുറ്റും സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ലിഗാൻഡുകളെ വിളിക്കുന്ന പേരാണ് ചീലേറ്റ് ലിഗാൻഡ്. എക്സാമ്പിൾ EN, OX, EDT. EN-ഉം OX-ഉം ബൈഡെൻറ്റേറ്റ് ലിഗാൻഡാണ്, EDT പോളിഡെൻറ്റേറ്റ് ആണ്. പക്ഷെ അത് എന്തിന് എക്സാമ്പിളാണ്? ചീലേറ്റിന് എക്സാമ്പിളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവരെ 3 പേരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ബോണ്ട് ഫോം ചെയ്യുന്നതിൻ്റെ ബേസിലാണ്. ഇവരെ നമ്മൾ അല്ലാതെ പറയുന്നത്. ഇതിൽ തന്നെ വരുന്ന എക്സെപ്ഷൻസ് ആണ് ഇവർ 2 പേരും. അതിൽ ആംബിഡെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 പേർക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും ഒരേ സമയം. 2 പേരുണ്ട്, അതിൽ 2 പേർക്കും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സമയത്ത് ഒരാൾക്കേ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇവിടെ കൊടുക്കാത്തത്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2 പേരും ഒരേ സമയം ബോണ്ട് ഫോം ചെയ്യണം, പക്ഷെ അവിടെ ഒരാൾക്കേ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ചീലേറ്റ് ലിഗാൻഡ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എക്സാമിന് പലപ്പോഴായിട്ട് ചോദിക്കുന്നതാണ്, മസ്റ്റാണ്, ഷുവറാണ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഞാനിവിടെ വേറൊരു ക്വസ്റ്റ്യൻ എഴുതാൻ പോവുകയാണ്. CrEN2Cl2H2. ക്വസ്റ്റ്യൻ പറയട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ മെറ്റൽ ആരാണ്? മെറ്റൽ ഞാൻ പറഞ്ഞു, ഇത് കോർഡിനേഷൻ സ്ഫിയർ ആണ് അല്ലേ? ആ സ്ക്വയർ ബ്രാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിനകത്താണ് മെറ്റലും ലിഗാൻഡും ഉള്ളത്. മെറ്റലും ഉണ്ട്, ലിഗാൻഡും ഉണ്ട്. മെറ്റൽ എന്ന് പറയുന്ന ആൾ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അറ്റത്ത് കിടക്കുന്ന ആളാണ്. ലെഫ്റ്റ് സൈഡിൽ അറ്റത്ത് കിടക്കുന്ന ആരാ? ക്രോമിയം. മെറ്റൽ ക്രോമിയമാണ്. പിന്നെ ആരാ ലിഗാൻഡ്? ആ മെറ്റൽ ഒഴികെ വരുന്ന 2 പേരും ലിഗാൻഡാണ്. അപ്പം ഇതും ലിഗാൻഡാണ്, ഇതും ലിഗാൻഡാണ്. അപ്പോൾ ആരൊക്കെ ലിഗാൻഡ്? EN-ഉം Cl-ഉം.
ഇ എന്നും സി എൽ. ഇ എന്നെ വിളിക്കുന്ന പേര് എത്തിലീൻ 1,2-ഡയമീൻ, സി എല്ലിനെ വിളിക്കുന്ന പേര് ക്ലോറോ അല്ലെങ്കിൽ ക്ലോറിഡോ. അത് നെയിം എഴുതുമ്പോഴത്തേക്ക് പറയാം, ക്ലോറോ അല്ലെങ്കിൽ ക്ലോറിഡോ. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പർ. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ലിഗാൻഡിനെ നോക്കുക. അതാ ഇത് ലിഗാൻഡാണ്, ഇത് ലിഗാൻഡാണ്. ഇനി നോക്കേണ്ടത് ഈ ലിഗാൻഡിന് എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എണ്ണമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കും 2 കോർഡിനേഷൻ നമ്പർ 4 തെറ്റാം. കോർഡിനേഷൻ നമ്പർ അങ്ങനെയല്ല എഴുതേണ്ടത്, എണ്ണമല്ല നിങ്ങൾ നോക്കേണ്ടത് എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോഴേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ക്ലോറിൻ അതൊരു ബൈഡൻഡേറ്റ് ലിഗാൻഡ് അല്ല, അതിന് എക്സാമ്പിളായിട്ടല്ല നമ്മൾ ക്ലോറിനെ പഠിച്ചേക്കുന്നത്. പോളിഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ അല്ല. അപ്പോൾ ഇതെന്തിന് എക്സാമ്പിളാണ്? മോണോഡെൻഡേറ്റ്. മോണോഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബോണ്ട്, 2 ക്ലോറിനാകുമ്പോൾ 2 ബോണ്ട്, അപ്പോൾ 2 ബോണ്ട് പ്ലസ് ക്ലോറിന് 2 ബോണ്ട്. ഇ എൻ ഏത് ലിഗാൻഡാണ്? ബൈഡൻഡേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ. അപ്പോൾ 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര ഇ എൻ ഉണ്ട്? 2 ഇ എൻ. അപ്പോൾ എത്ര ബോണ്ട്? 4 ബോണ്ട്. അപ്പോൾ 4ഉം 2ഉം 6. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എത്ര? 6. അത് തെറ്റരുത്. അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലിഗാൻഡിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മെറ്റലിനെ കണ്ടുപിടിച്ചിട്ട് ബാക്കി വരുന്ന 2 ആൾക്കാരിലെ ലിഗാൻഡ് അത് എത്ര ബോണ്ട് ഫോം ചെയ്യും, അത് എത്ര പേരുണ്ടെന്ന് നോക്കാം. ക്ലോറിൻ ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിളാണ്. കാരണം ബൈഡെൻഡേറ്റിനും പോളിഡെൻഡേറ്റിലും നമ്മൾ ക്ലോറിനെ പഠിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഇത് 2 പഠിച്ചു വെക്കാൻ. ബാക്കിയെല്ലാം മോണോഡെൻഡേറ്റ് ആണ്. അപ്പോൾ അതൊരു മോണോഡെൻഡേറ്റ് ആണ്. അപ്പം ഇത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഈ NO2 SCNO ഇതൊക്കെ എഴുതിയിട്ട് അത് ബൈഡെൻഡേറ്റ് ആണെന്ന് പറയരുത്, അത് മോണോഡെൻഡേറ്റാണ്. ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എക്സാമ്പിളാണ്, പക്ഷെ അവർ എന്തായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ? മോണോഡെൻഡേറ്റ്. കാരണം ഒരു ബോണ്ടേ ഫോം ചെയ്യാൻ പറ്റും. അത് പ്രത്യേകം ആലോചിച്ചോണേ. ഞാനിവിടെ ബൈഡെൻഡേറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്, പക്ഷെ അത് ആക്ച്വലി എന്തുവാ? ബൈഡെൻഡേറ്റ് ആണെങ്കിലും ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന മോണോഡെൻഡേറ്റ് ആണ്. ഓക്കെ. അപ്പം ഇ എൻ എന്ന് പറയുമ്പോൾ ബൈഡെൻഡേറ്റ് ആണ്. 2 ഇ എൻ ആകുമ്പോഴത്തേക്ക് 1 ഇ എൻ ആകുമ്പോൾ 2 ബോണ്ട് ബൈഡെൻഡേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ 2 ഇ എൻ ആകുമ്പോൾ 4 ബോണ്ട്. അപ്പോൾ 4 ബോണ്ട് ഉണ്ട്. അത് അപ്പം 4ഉം 2ഉം 6. ഇതാണ് ഒന്നാമത്തെ രീതി. ഇതാണ് ബേസിക് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാം. ഇതൊക്കെ എക്സാമ്പിളായിട്ട് ചോദിക്കാം. ഇതൊക്കെ ബേസിക് ഇന്ന് ചോദിക്കുന്നതാണ്. ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ, ഒരു ചീലേറ്റ് ലിഗാൻഡ് എന്താണ്, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ, പിന്നെ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്താണ്, പിന്നെ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് EDTയിൽ ആരൊക്കെയാണ് ഡോണർ ആറ്റംസ്, ഓക്സൈറ്റിൽ ആരൊക്കെയാണ് ഡോണർ ആറ്റംസ്, ഓക്സൈറ്റിന് എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, ഇതൊക്കെ. മെറ്റൽ ആരാണ്, ലിഗാൻഡ് ആരാണ്, കോർഡിനേഷൻ നമ്പർ എത്രയാണ്, ഇതെല്ലാം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ബേസിക് ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ടേ, അതും കൂടെ നമുക്കങ്ങ് ചെയ്യാം. ഒരു ബേസിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇടാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഒരു ബേസിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇടാൻ പോവാണ്. ദാ CR CN 4 times Cl2 H2. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് 1 മെറ്റൽ ആരാണ്, 2 ലിഗാൻഡ് ആരാണ്, 3 കോർഡിനേഷൻ നമ്പർ CN എന്ന കോർഡിനേഷൻ നമ്പർ എഴുതുന്ന കേട്ടോ, 4 ഹോമോലെപ്റ്റിക്കോ ഹെട്രോലെപ്റ്റിക്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇത് ലാസ്റ്റ് ടേം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ 5ാമത്തെ എണ്ണമുണ്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ബാലൻസിങ്. എല്ലാം നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ആദ്യം മെറ്റൽ ആരാണ്? അറിയാമല്ലോ, ഇത് കോർഡിനേഷൻ സ്പിയർ ആണ്. കോർഡിനേഷൻ സ്പിയറിനകത്താണ് മെറ്റലും ലിഗാൻഡും ഉള്ളത്. കോർഡിനേഷൻ സ്പിയറിൻ്റെ അറ്റത്ത് കിടക്കുന്ന ആളാണ് മെറ്റൽ CR ആണ്. അറിയാം, ഒരു പ്രശ്നമില്ല. ലിഗാൻഡ് ആരാണ്? മെറ്റൽ ഒഴികെ ബാക്കി വരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ലിഗാൻഡ്. ഇവിടുത്തെ ഒരു ലിഗാൻഡ് CN-ഉം ഒരു ലിഗാൻഡ് CL-ഉം ആണ്. CN-ഉം CL ലിഗാൻഡ്. കോർഡിനേഷൻ നമ്പർ എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ലിഗാൻഡിന്. CL ബൈഡെൻഡേറ്റിൽ നമ്മൾ പഠിച്ചില്ല. ബൈഡെൻഡേറ്റിൽ നമ്മൾ 2 എണ്ണം പഠിച്ച EN-ഉം OX-ഉം. പോളിഡെൻഡേറ്റിൽ 1 എണ്ണം പഠിച്ച EDT. ഇതൊഴികെ എല്ലാം മോണോഡെൻഡേറ്റ് ആണ്. അപ്പോൾ ഇത് മോണോഡെൻഡേറ്റ് ആണ്, 1 ബോണ്ട്. അങ്ങനെ 2 എണ്ണം 2 ബോണ്ട്. അപ്പോൾ ഇത് 2 ബോണ്ട്. CL ഇതിനകത്ത് പഠിച്ചിട്ടില്ല, അപ്പം 1 ബോണ്ട്. 4 എണ്ണം ആകുമ്പോൾ 4 ബോണ്ട്. 4ഉം 2ഉം 6. കോർഡിനേഷൻ നമ്പർ 6. ഹോമോലെപ്റ്റിക് ആണോ ഹെട്രോലെപ്റ്റിക് ആണോ? എന്തൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ ഒഴികെ
നമ്മുടെ കോർഡിനേഷൻ സ്പിയറിൻ്റെ അകത്ത് ഒറ്റ ഒരു ലിഗാൻഡേ ഉള്ളുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലെപ്റ്റിക്. രണ്ട് ലിഗാൻഡ്, രണ്ട് ടൈപ്പ്, ഇവിടെ നോക്കി CN ഉണ്ട് CL ഉണ്ട്, രണ്ട് ലിഗാൻഡ് ഉണ്ട്. ഇത് മാത്രമായിരുന്നെങ്കിലോ ഇപ്പോൾ ഒറ്റ ലിഗാൻഡേ ഉള്ളൂ, CN എന്ന് പറയുന്ന ലിഗാൻഡ് മാത്രമേ ഉള്ളൂ, അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലെപ്റ്റിക്. ഇപ്പോൾ ആരൊക്കെയുണ്ട്? CN ഉണ്ട് CL ഉണ്ട്, രണ്ട് ലിഗാൻഡ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോലെപ്റ്റിക്. അപ്പോൾ ഈ കോമ്പൗണ്ട് ഹോമോലെപ്റ്റിക് ആണോ ഹെട്രോലെപ്റ്റിക് ആണോ? ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഹെട്രോലെപ്റ്റിക് ആണ്. അതായത് മെറ്റലിന് ചുറ്റും രണ്ട് ഡിഫറൻറ്റ് ലിഗാൻഡ് ഉണ്ട്. ഒറ്റ ഒരു ലിഗാൻഡേ ഉള്ളുവെങ്കിൽ അത് എത്ര എണ്ണം വേണമെങ്കിലും, ആ ഒരു ലിഗാൻഡ് 10 എണ്ണം 20 എണ്ണം എത്ര എണ്ണം വേണമെങ്കിലും, പക്ഷേ ഒരെണ്ണേ ഉള്ളൂ ലിഗാൻഡ്, അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലെപ്റ്റിക്. ഒരു ടൈപ്പ് CN മാത്രം. രണ്ട് ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ ഹെട്രോലെപ്റ്റിക്. ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസി. എന്താണ് പ്രൈമറി വാലൻസി, എന്താണ് സെക്കൻഡറി വാലൻസി? പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇതിനൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നിട്ട് പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും കണ്ടുപിടിക്കുക. അപ്പോൾ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചാൽ പ്രൈമറി വാലൻസി ആയി. കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിച്ചാൽ സെക്കൻഡറി വാലൻസി ആയി. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചാൽ പ്രൈമറി വാലൻസി, കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിച്ചാൽ സെക്കൻഡറി വാലൻസി ആയി. അപ്പോൾ നമുക്ക് ആദ്യം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. കോർഡിനേഷൻ നമ്പർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ല, 6. അപ്പോൾ സെക്കൻഡറി വാലൻസി 6 ആണ്. സെക്കൻഡറി വാലൻസി 6. പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കുറച്ച് ചാർജസ് Cl മൈനസ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്ലോറോ എന്നാണ്. ഇത് നമുക്ക് അടുത്തതിനും വേണ്ടതാണ്. Br മൈനസ് ബ്രോമോ, I മൈനസ് അയഡോ, OH മൈനസ് ഹൈഡ്രോക്സോ, ദെൻ CO3 2 മൈനസ് കാർബണേറ്റോ, ക്ലോറോ അല്ലെങ്കിൽ ക്ലോറിഡോ എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. ക്ലോറിഡോ, ബ്രോമോ അല്ലെങ്കിൽ ബ്രോമിഡോ, അയഡോ, അയഡിഡോ എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. SO2 മൈനസ് സൾഫേറ്റോ, ദെൻ CN മൈനസ് സയാനോ. പിന്നെ ഓക്കെ, ബാക്കിയൊക്കെ ഞാൻ ഓർമ്മ വരുമ്പോഴത്തേക്ക് എഴുതാൻ ഓരോന്നോരോന്നാണ്. ഇനി ഇപ്പുറത്തുണ്ട്, ഇനി വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അതിനകത്ത് H2, ഇതെല്ലാം ചാർജ് ഇല്ലാത്ത ആൾക്കാരാണ്. ഇതിനെ വിളിക്കുന്ന പേര് EN എത്തിലീൻ 1,2 ഡയമീൻ. ഓക്കെ, ദെൻ OX ഉണ്ട് കേട്ടോ. OX ഇവിടെ ആണ് കേട്ടോ. OX C2O4 2 മൈനസ്. OX ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. C2O4 2 മൈനസ് വിളിക്കുന്ന പേര് ഓക്സലേറ്റോ എന്നാണ്. ദെൻ ഇത് അക്വ, EN എത്തിലീൻ 1,2 ഡയമീൻ. ദെൻ പിന്നെയുണ്ട് NO നൈട്രസൈൽ. ഇതെല്ലാം ചാർജ് ഇല്ലാത്ത ആൾക്കാരാട്ടോ. CO കാർബണൈൽ. പിന്നെ അത്രയും മതി. അപ്പോൾ പ്രൈമറി വാലൻസി ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് പേരാണ്, ഇത് നമുക്ക് നെയിം എഴുതുമ്പോൾ വേണ്ടതാണ്, പക്ഷേ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചാർജ് ചെയ്ത്, ഇതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതാം, CR ഉണ്ട് പ്ലസ് എത്ര CN, 4 CN അല്ലേ, 4 CN പ്ലസ് എത്ര CL, 2 CL പ്ലസ് എത്ര H2, 1 H2 ഈക്വൽ ടു മുകളിൽ വല്ലതും ഉണ്ടോ, 0. മുകളിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ -1 -2 -3 +1 +2 +3 ഉണ്ടെങ്കിൽ അത് എഴുതുക. ഒന്നുമില്ലെങ്കിൽ 0 കൊടുക്കുക. ഇനി ഈ മെറ്റലിൻ്റെ ചാർജ് കണ്ടുപിടിക്കണം. മെറ്റലിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കണ്ടുപിടിക്കണം. അപ്പം CR പ്ലസ് CN ചാർജ് എത്ര, CN എന്താണ് CN മുകളിൽ എത്ര, -1. അപ്പോൾ CNൻ്റെത് -1, 4 × -1 -4 പ്ലസ് CLൻ്റെ എത്ര, CL മുകളിലത്തെ ചാർജ് -1, 2 × -1 -2 പ്ലസ് H2 മുകളിൽ വല്ലതും ഉണ്ടോ, 0 ഈക്വൽ ടു 0. ഇനി CRൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. CR ഈക്വൽ ടു -4 -2 -6. -6 അപ്പുറം പോകുമ്പോൾ +6. അപ്പോൾ CRൻ്റെ ചാർജ് എത്ര, +6.
അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കിട്ടിയിരിക്കുന്നത്? +6. അപ്പോൾ പ്രൈമറി വാലൻസി എത്ര? 6. ഇതാണ് പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. സ്ഥിര എക്സാമിന് ചോദിക്കുന്നതാണ് പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും കണ്ടുപിടിക്കാനായിട്ട്. ഇതാണ് ബേസിക്കിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇത്രയേ ഉള്ളൂ ബേസിക്കിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇതാ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ബേസിക്കിൽ നിന്ന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ. ഇത്രയും കാര്യങ്ങളെ ചോദിക്കും. മെറ്റൽ ഏതാണ്, ലിഗാൻഡ് ഏതാണ്, കോർഡിനേഷൻ നമ്പർ എന്താണ്, ഹോമോലെപ്റ്റിക് ആണോ ഹെട്രോലെപ്റ്റിക് ആണോ, ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത്, അതായത് പ്രൈമറി വാലൻസി എന്ത്, സെക്കൻഡറി വാലൻസി എന്ത്, ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കും. വേറെ ഒന്നും ചോദിക്കത്തില്ല ബേസിക്കിൽ. വേറെ എണ്ണം എഴുതാ MnH2 4 ടൈംസ്, ദെൻ En, ദെൻ പുറത്ത് Cl2. ഓരോന്നിലൊന്നായിട്ട് എഴുതാം. ഫസ്റ്റ് വൺ മെറ്റൽ ആരാണ്, സെക്കൻഡ് വൺ ലിഗാൻഡ്, തേർഡ് വൺ കോർഡിനേഷൻ നമ്പർ Cn, കോർഡിനേഷൻ നമ്പർ. 4 ഹോമോലെപ്റ്റിക് ആണോ ഹെട്രോലെപ്റ്റിക് ആണോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ഓർമ്മ വന്ന് കാണും ഏതൊക്കെയാണെന്ന്. ഹെട്രോലെപ്റ്റിക്. ദെൻ 5 പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. ഓരോന്നായിട്ട് എഴുതാം. മെറ്റൽ കോർഡിനേഷൻ സ്പിയർ അറ്റത്ത് കിടക്കുന്ന ആൾ Mn, മാംഗനീസ്. ലിഗാൻഡ് H2ഉം En. കോർഡിനേഷൻ നമ്പർ ബോണ്ട് ഫോം ചെയ്യുന്നു H2 മോണോഡെൻഡേറ്റ് ആണ്, കാരണം ബൈയിലോ പോളിയിലോ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം ഒരു ബോണ്ടാകുമ്പോൾ 4 പ്ലസ് En ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര En? ഒരു En ഉള്ളൂ, അപ്പോൾ 2 ബോണ്ട്. 4 × 2 6. കോർഡിനേഷൻ നമ്പർ 6. ഹോമോലെപ്റ്റിക് ആണോ ഹെട്രോലെപ്റ്റിക് ആണോ? 2 ലിഗാൻഡ് ഉണ്ട്, അപ്പോൾ ഏതാ? ഹെട്രോലെപ്റ്റിക്. ഇനി പ്രൈമറി വാലൻസി സെക്കൻഡറി വാലൻസി. സെക്കൻഡറി വാലൻസി കോർഡിനേഷൻ നമ്പർ തന്നെയാണ്, അപ്പം 6. പ്രൈമറി വാലൻസി എടുക്കണമെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടണം. ഒന്ന് പറഞ്ഞേ. Mn പ്ലസ് എത്ര H2? 4 H2 പ്ലസ് En പ്ലസ് Cl. എത്ര Cl? 2 Cl ഈക്വൽ ടു 0. പുറത്ത് കിടക്കുന്ന ആളെ എടുക്കണം കേട്ടോ. ഇതിനകത്ത് H2 Mൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ട. Mn പ്ലസ് H2 ദാ കിടക്കുന്നു 0 എടുക്കണ്ട. En ദാ കിടക്കുന്നു 0 എടുക്കണ്ട. Cl -1, 2 Cl ആകുമ്പോൾ -2 ഈക്വൽ ടു 0. സോ Mൻ്റെത് +2. അപ്പോൾ പ്രൈമറി വാലൻസി എത്ര? 2. ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ടൈപ്പാണ്. എക്സാമിന് മസ്റ്റാണ്, നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. പിന്നെ മെറ്റൽ ഏതാണ്, ലിഗാൻഡ് ഏതാണ്, കോർഡിനേഷൻ നമ്പർ എന്താണ്, ഹോമോലെപ്റ്റിക് ആണോ ഹെട്രോലെപ്റ്റിക് ആണോ, പ്രൈമറി വാലൻസി എന്ത്, സെക്കൻഡറി വാലൻസി എന്ത്, സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തതിലോട്ട് പോകാം. ഇതാണ് ബേസിക്കിൽ നിന്ന് ചോദിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇതിനൊക്കെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഇത് കണക്ക് ചോദിക്കും. പിന്നെ അല്ലാതെ ചോദിക്കുന്നത് ചീലേറ്റ് ലിഗാൻഡ് എന്താണ്, ആംബിഡെൻറ്റേറ്റ് എന്താണ്, പിന്നെ ഒരു ഹെക്സാഡെൻറ്റേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ എഴുതുക, അല്ലെങ്കിൽ ഒരു പോളിഡെൻറ്റേറ്റ് എക്സാമ്പിൾ എഴുതുക. അതിലേതൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക, പിന്നെ അതിലേതൊക്കെയാണ് ഡോണർ ആറ്റംസ്, കോർഡിനേഷൻ നമ്പർ എത്രയാണ്, അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പം അതിനെപ്പറ്റി എല്ലാം ക്ലിയർ ആക്കി ബേസിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തിലോട്ട് പോകാം നമുക്ക്. അടുത്തത് നെയിമിംഗ് ആണ്. നെയിമിങ്ങിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും. നെയിമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1ഉം ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ സ്പിയറിന് പോസിറ്റീവ് ചാർജ് വരും, അല്ലെങ്കിൽ കോർഡിനേഷൻ സ്പിയർ കഴിഞ്ഞിട്ട് ആൾ വരും. ഇതാണ് ടൈപ്പ് 1. ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ സ്പിയറിന് നെഗറ്റീവ് ചാർജ് വരും, അല്ലെങ്കിൽ കോർഡിനേഷൻ സ്പിയറിന് മുന്നേ ആൾ വരും. ഇതാണ് ടൈപ്പ് 2. ഞാൻ ഓരോന്നോരോന്നായിട്ട് എഴുതാം. നമുക്ക് എന്നിട്ട് ടൈപ്പ് 1 ഏതാണ്, ടൈപ്പ് 2 ഏതാണെന്ന് നോക്കാം. എന്നിട്ട് പേര് എഴുതാം. ഇതാ ഒന്നാമത്. ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ടൈപ്പും ഇട്ടിട്ടുണ്ട്. എല്ലാം ഇത്രയും ടൈപ്പാണ്. ഈ 8 ടൈപ്പാണ് നമുക്ക് ചോദിക്കുന്നത്. പക്ഷേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ, അത് പ്രത്യേകം ആലോചിച്ചോളാം. പക്ഷേ ഈ 8 എണ്ണമാണ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഈ 8 എണ്ണത്തിൽ നിന്നും എങ്ങനെയാണ് നെയിം എഴുതുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുന്നത് നെയിമിങ്ങിൽ 2 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2. ഇത് ഏതാണ് ടൈപ്പ് 1, ഏതാണ് ടൈപ്പ് 2 എന്ന് ആദ്യം കണ്ടുപിടിക്കുക. ടൈപ്പ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്പിയർ കഴിഞ്ഞിട്ട് ആൾ വരും. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ സ്പിയറിന് നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്പിയറിന് മുന്നേ ആൾ വരും. നമുക്ക് നോക്കാം ടൈപ്പ് 1 ആണോ. കോർഡിനേഷൻ സ്പിയറിന് പോസിറ്റീവ് ചാർജ്, ഇത് ടൈപ്പ് 1 ആണ്. കോർഡിനേഷൻ സ്പിയർ കഴിഞ്ഞിട്ട് ആൾ വരുന്നു. കോർഡിനേഷൻ സ്പിയറിന് പോസിറ്റീവ് ചാർജ് ഇല്ല, അപ്പം കോർഡിനേഷൻ സ്പിയർ കഴിഞ്ഞിട്ട് ആൾ വരുന്നു. ഇതും ടൈപ്പ് 1 ആണ്. കോർഡിനേഷൻ സ്പിയർ കഴിഞ്ഞിട്ട് ആൾ വരുന്നു, ടൈപ്പ് 1. കോർഡിനേഷൻ സ്പിയറിന് പോസിറ്റീവ് ചാർജ്, ടൈപ്പ് 1. ആദ്യം എഴുതിയേക്കുന്ന 4 എണ്ണവും ടൈപ്പ് 1 ആണ്. കോർഡിനേഷൻ സ്പിയറിന് നെഗറ്റീവ് ചാർജ്, ടൈപ്പ് 2. കോർഡിനേഷൻ സ്പിയറിന് നെഗറ്റീവ് ചാർജ്, ടൈപ്പ് 2.
കോർഡിനേഷൻ സ്പിയറിന് മുന്നേ ആൾ വന്നു, ടൈപ്പ് 2. കോർഡിനേഷൻ സ്പിയറിന് മുന്നേ ആൾ വന്നു, ടൈപ്പ് 2. താഴെ കിടക്കുന്നതെല്ലാം ടൈപ്പ് 2, മുകളിൽ കിടക്കുന്നതെല്ലാം ടൈപ്പ് 1 ഇനി പേരെഴുതുന്ന സമയത്ത് നമ്മുടെ റൂൾ അനുസരിച്ച് ആദ്യം ലിഗാൻഡിനെ എഴുതണം, രണ്ടാമതായിട്ട് മെറ്റലിനെ എഴുതണം. ലിഗാൻഡിനെ എഴുതണം, മെറ്റലിനെ എഴുതണം. മെറ്റലിൻ്റെ ബ്രാക്കറ്റിനകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ലെറ്ററിൽ എഴുതണം. പിന്നെ കോർഡിനേഷൻ സ്പിയറിന് പുറത്ത് കിടക്കുന്ന ആളെ എഴുതണം. ഇങ്ങനെയാണ് നെയിം ചെയ്യുന്നത്. ആദ്യം ലിഗാൻഡിനെ എഴുതണം, പിന്നെ മെറ്റലിനെ എഴുതണം. മെറ്റലിൻ്റെ ബ്രാക്കറ്റിനകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം. കോർഡിനേഷൻ സ്പിയറിന് പുറത്ത് കിടക്കുന്ന ആളെ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇത് എഴുതാം. ആദ്യം ലിഗാൻഡിനെ എഴുതാം. ഇവിടുത്തെ ലിഗാൻഡ് ഇതാണ് നമ്മുടെ മെറ്റൽ ഒഴികെ വരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ലിഗാൻഡ്. ഇവിടെ ഒറ്റ ലിഗാൻഡേ ഉള്ളൂ. ഇതൊരു ഹോമോലെപ്റ്റിക് ആണ്. അറിയാലോ, ഒറ്റ ലിഗാൻഡ് വരുമ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേര് ഹോമോലെപ്റ്റിക് എന്നാണ്. ഓക്കെ, ഇനിയും എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഈ 6 എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹെക്സ എന്നാണ്. ഹെക്സ, 6 എണ്ണം. ഹെക്സ ഏതാ ലിഗാൻഡ്? H2 ആണ്. H2 വരുമ്പോൾ പേരെന്തുവാ? അക്വ. അപ്പം എങ്ങനെ പേര് വരുന്നതെന്ന് പറഞ്ഞ് ആദ്യം എണ്ണം എന്തുവാ? ഹെക്സ. ആരാ ലിഗാൻഡ്? H2 വിളിക്കുന്ന പേരെന്തുവാ? അക്വ. ഇപ്പം എന്തെഴുതി നമ്മൾ? ലിഗാൻഡ് എഴുതി. 6 എണ്ണം H2 ആണ്. 6 എണ്ണം കോർഡിനേഷൻ നമ്പറാണ്. 6 H2, അതായത് ഹെക്സ അക്വ. ഓക്കെ, പിന്നെ അതിനുശേഷം ആരെഴുതണം? മെറ്റൽ ആരാ? സിആറിൻ്റെ പേര് ക്രോമിയം. ബ്രാക്കറ്റിനകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇങ്ങോട്ട് ഞാൻ ഒരെണ്ണം മാത്രം ഒന്ന് ചെയ്യാവേ. Cr പ്ലസ് എത്ര H2? 6 H2 ഈക്വൽ ടു, പുറത്താരും ഇല്ലല്ലോ, മുകളിൽ എന്തുണ്ട്? 2+. ശരിയല്ലേ? എല്ലാവരുടെയും കൂടെ കൂട്ടിയെടുക്കുമ്പോൾ മുകളിലത്തെ ചാർജ്, മുകളിൽ ഒന്നുമില്ലെങ്കിൽ 0 കൊടുക്കുക, അല്ലെങ്കിൽ എന്താണോ അത് കൊടുക്കുക. H2ൻ്റെ ചാർജ് എത്ര? 0. 6 × 0 0. അപ്പോൾ ഇത് 0 ആയിപ്പോൾ. അപ്പോൾ Cr ചാർജ് എത്ര? 2+ ആണ്. പക്ഷെ റോമൻ ലെറ്ററിൽ 2. പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ എന്തുണ്ട്? ചാർജ് ഉണ്ട്. പുറത്ത് ആരും ഇല്ലെങ്കിൽ, ചാർജ് ഉണ്ടെങ്കിൽ അതിനെ അയോൺ എന്ന് കൊടുക്കണം. പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ പേരെഴുതണം. അപ്പോൾ പുറത്ത് ചാർജ് ഉണ്ടെങ്കിൽ അയോൺ എന്ന് കൊടുത്തേ പറ്റും. അപ്പം ഇതിന് അയോൺ എന്ന് കൊടുക്കണ്ട, പുറത്താളുണ്ട്. ഇതിന് അയോൺ എന്ന് കൊടുക്കണ്ട, പുറത്താളുണ്ട്. ഇതിന് അയോൺ എന്ന് കൊടുക്കണം, ചാർജ് ഉണ്ട്. ഇതിന് അയോൺ എന്ന് കൊടുക്കണം, ചാർജ് ഉണ്ട്. ഇതിന് അയോൺ എന്ന് കൊടുക്കണം, ചാർജ് ഉണ്ട്. ഇതിന് അയോൺ എന്ന് കൊടുക്കണ്ട, ചാർജ് ഇല്ല. ഓക്കെ, രണ്ടാമത്തെ ആളുടെ പേരെഴുതാം. രണ്ടാമത്തെ ആളിൽ പുറത്താളുണ്ട്. അപ്പോഴും ആരെ തന്നെ ആദ്യം എഴുതേണ്ടത്? ലിഗാൻഡിനെ തന്നെ ആദ്യം എഴുതേണ്ടത്. ലിഗാൻഡ് ആരാ? H2 വിളിക്കുന്ന പേര് അക്വ. എത്ര എണ്ണം ഉണ്ട്? 6 വരുമ്പോൾ വിളിക്കുന്ന പേരെന്താ? ഹെക്സ. പേര് പറഞ്ഞേ. ഹെക്സ അക്വ. ശരിയല്ലേ? ഹെക്സ അക്വ. മെറ്റൽ ആരാ? ക്രോമിയം. ബ്രാക്കറ്റിനകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 വരും. കണ്ടുപിടിച്ച് നോക്കുക 2 വരുന്നുണ്ടോന്ന്. 2 വരും. 2. പിന്നെ പുറത്ത് കിടക്കുന്നതൊക്കെ ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അയോൺ എന്ന് എഴുതണ്ട. പുറത്ത് കിടക്കുന്നത് ക്ലോറിനാണ്. സോ ക്ലോറൈഡ്. ക്ലോറിന് ചാർജ് വരുമ്പോൾ വിളിക്കുന്ന പേര് ക്ലോറൈഡ് എന്നാണ്. നിങ്ങൾ ക്ലോറിൻ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ക്ലോറൈഡ്. ഓക്കെ, മൂന്നാമത്തെ ആളുടെ പേരെഴുതാൻ പോവാണ്. ഇത് ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 എന്ന് ടൈപ്പ് 2 എന്ന് എന്തുകൊണ്ട് എഴുതുന്നത് ഞാൻ പിന്നെ പറയാം. ടൈപ്പ് 2 പറയുമ്പോഴത്തേക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് ലിഗാൻഡിനെ ആദ്യം കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ മെറ്റൽ. അപ്പം ബാക്കി വരുന്ന രണ്ടും ലിഗാൻഡാണ്. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ആളാണ്? ഇത് ഹെട്രോലെപ്റ്റിക് ആണ്. രണ്ട് ലിഗാൻഡ്സ് ഉണ്ട്, ഹെട്രോലെപ്റ്റിക്. H2യുടെ പേരെന്തുവാ? അക്വ. ശരിയല്ലേ? 4 എണ്ണം ഉണ്ട്. 4 എണ്ണം വരുമ്പോൾ ടെട്ര. പിന്നെ വേറൊരു ലിഗാൻഡ് ആരാ? Cl വിളിക്കുന്ന പേരെന്താ? ക്ലോറോ അല്ലെങ്കിൽ ക്ലോറിഡോ, ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. ക്ലോറോ. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. 2 എണ്ണം വരുമ്പോൾ ഡൈ അല്ലെങ്കിൽ ബൈ. ഇനി നമുക്ക് പേരെഴുതാം. ലിഗാൻഡിനെ വേണം ആദ്യം എഴുതാൻ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇവിടെ 2 ലിഗാൻഡ് ഉണ്ട്. ഒരെണ്ണം അക്വായും ഒരെണ്ണം ക്ലോറോയും. സോ നമുക്ക് ഇതിന്റെ പേര് എഴുതാം. ഇതിന്റെ പേര് 2 ലിഗാൻഡ് ഉണ്ട്. നമുക്ക് ആൽഫബറ്റിൽ ആരാണോ ഫസ്റ്റ് അയാളെ ആദ്യം എഴുതണം. 2 ലിഗാൻഡ് ഉണ്ട്. ഒരു ലിഗാൻഡ് വന്നാൽ അതിനെ എഴുതാം. ഇപ്പൊ 2 ലിഗാൻഡ് ഉള്ളതിന് ആൽഫബറ്റിൽ ആരാ ഫസ്റ്റ്? അക്വ ആണ്. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. സോ പേര് ടെട്ര അക്വ. പിന്നെ ഡൈക്ലോറോ അല്ലെ, പിന്നെ ക്രോമിയം. പിന്നെ അതിന്റെ ബ്രാക്കറ്റ് ഓക്സിഡൈസ് അറിയാലോ, എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ ഈക്വൽ ടു 0. പിന്നെ ചാർജ് കൊടുത്തിട്ട് ഓക്സിഡൈസ് സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. പുറത്താണ് കിടക്കുന്ന ബ്രോമിൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ബ്രോമൈഡ് എന്ന് എഴുതാം.
ഇതാണ് തന്നെയാണ് നാലാമത്തെ ആളും. ഇവിടെ നമുക്ക് ലിഗാൻഡിനെ നോക്കാം ആരൊക്കെയാണെന്ന്. NH3 ഉണ്ട്. NH3 ലിഗാൻഡ് ഞാൻ എഴുതിയിട്ടില്ല. NH3 എന്ന് പറഞ്ഞാൽ അമീനോ ആണ് കേട്ടോ, അമീനോ. സോ NH3 ഉണ്ട്. ആ ലിഗാൻഡിനെ വിളിക്കുന്ന പേര് അമീനോ ആണ്. അത് 4 എണ്ണം ഉണ്ട്. 4 എണ്ണമാണെങ്കിൽ ടെട്ര. SO4 എന്ന് പറയുന്ന ലിഗാൻഡ് SO4 സൾഫേറ്റ്. SO4 നമ്പർ കൊടുത്തിട്ടില്ല. സോ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അത് ആൽഫബറ്റിൽ ആയ ഫസ്റ്റ് അമിനോ ആണ്. അപ്പൊ ടെട്രാ അമിനോ സൾഫേറ്റ് അയൺ പിന്നെ ബ്രാക്കറ്റിനകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബ്രാക്കറ്റിനെ കുറിച്ച് ചർച്ച. ഇതാണ് നെയിം. ഇനി ഇവിടുത്തെ നെയിമിനോട് പോയി കഴിഞ്ഞാൽ അത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടൈപ്പ് 2 നിങ്ങൾ എഴുതുന്ന സമയത്ത് മെറ്റലിനെ മെറ്റൽ എന്ന് എഴുതാൻ പാടില്ല. അവസാനം ATE ചേർത്തിട്ട് വേണം എഴുതാനായിട്ട്. അതാണ് ടൈപ്പ് 2 ടൈപ്പ് 1 നമ്മുടെ വ്യത്യാസം. ടൈപ്പ് 1 മെറ്റൽ എന്താണോ അതിനെ അങ്ങനെ തന്നെ എഴുതാം, അതിനെ അങ്ങനെ തന്നെ എഴുതാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ടൈപ്പ് 2 ആകുന്ന സമയത്ത് ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ചെയ്യണേ. ടൈപ്പ് 2 ആകുന്ന സമയത്ത് നമ്മൾ മെറ്റലിനെ ഒരിക്കലും മെറ്റൽ എന്ന് എഴുതരുത്, പകരം അവസാനം ATE ചേർത്ത് എഴുതണം. അപ്പൊ ക്രോമിയം IUM മാറ്റിയിട്ട് ATE ചേർക്കണം, IUM മാറ്റിയിട്ട് ATE ചേർക്കണം. അപ്പം ക്രോമേറ്റ് എന്നാവും. പേരെഴുതാം ഇതിന്റെ പേര്. ലിഗാൻഡ് നോക്കാം. ലിഗാൻഡ് Cl ആണ്. Cl ആണെങ്കിൽ ക്ലോറോ അല്ലെങ്കിൽ ക്ലോറോ. 4 എണ്ണം വരുമ്പോൾ ടെട്രാ. സോ പേര് പറയാം ടെട്രാ, ദെൻ ക്ലോറോ അല്ലെങ്കിൽ ക്ലോറോ. PD എന്ന് പലേഡിയം ആണ്. IUM മാറ്റിയിട്ട് ATE ചേർക്കുക. അപ്പൊ എന്ത് വരും? പലേഡിയേറ്റ്. ടൈപ്പ് 2 ഇങ്ങനെ ചെയ്യുന്നത്. ടൈപ്പ് 1 അതുകൊണ്ടാണ് ടൈപ്പ് 1 ടൈപ്പ് 2 എന്താണെന്ന് ആദ്യം പറഞ്ഞത്. ടൈപ്പ് 2 വരുമ്പോഴത്തേക്ക് IUM വിട്ടിട്ട് ATE ചേർക്കുക. ദെൻ ബ്രാക്കറ്റിനകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചാർജ് വന്നതുകൊണ്ട് ഇനി ഇതിന്റെ പേര് ടൈപ്പ് 2 ആണ്. ഇവിടെ Cl ഉണ്ട്. Cl വരുമ്പോൾ വിളിക്കുന്ന പേര് ക്ലോറോ. H2 വിളിക്കുമ്പോൾ വിളിക്കുന്ന പേര് അക്വ. ഇതൊരു ഹെട്രോലെപ്റ്റിക് ആണ്. 2 ഡിഫറെന്റ് ലിഗാൻഡ് ഉണ്ട്. Cl 2 എണ്ണം ഡൈ, ഇത് 4 എണ്ണം ടെട്രോ. ആൽഫബറ്റിൽ ആരാ ഫസ്റ്റ്? ആൽഫബറ്റിൽ ഫസ്റ്റ് അക്വ ആണ്. അതിനെ ആദ്യം എഴുതാം. സോ ടെട്രാ അക്വ. ദെൻ എത്ര ക്ലോറോ? ഡൈക്ലോറോ. ആരാ? PT പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം UM മാറ്റിയിട്ട് ATE ചേർക്കാം. പ്ലാറ്റിനേറ്റ്. ബ്രാക്കറ്റിനകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചാർജ് വന്നതുകൊണ്ട് പുറത്ത് ആയി. ഇതിന്റെ പേരെഴുതുമ്പോഴത്തേക്ക് ആദ്യം മെറ്റലിനെ അല്ല എഴുതേണ്ടത്, ആദ്യം ലിഗാൻഡിനെ അല്ല എഴുതേണ്ടത്, പുറത്ത് കിടക്കുന്നവരെ. നമ്മൾ കോർഡിനേഷൻ സ്ഫിയർ ആദ്യം കാണുമ്പോഴാണ് ലിഗാൻഡിനെ ആദ്യം എഴുതുന്നത്. ഇവിടെ കാണുന്ന കോർഡിനേഷൻ സ്ഫിയർ ആണ്, 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 ഇവിടെ കാണുന്ന കോർഡിനേഷൻ സ്ഫിയർ അല്ല. പുറത്ത് കിടക്കുന്നവരെ ആദ്യം എഴുതണം. K എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം. പിന്നെ ബാക്കി പഴയ പിന്നെ കാണുന്ന കോർഡിനേഷൻ സ്ഫിയർ ആണ്. ആദ്യം ലിഗാൻഡിനെ നെയിം ചെയ്യുന്നു. Cn വരുമ്പോൾ വിളിക്കുന്ന പേര് സയാനോ. 4 ആകുമ്പോൾ ടെട്രാ. സോ ടെട്രാ സയാനോ. Fe എന്ന് പറഞ്ഞാൽ അയൺ ആണ്. പക്ഷെ ഒരിക്കലും അയൺ എന്ന് എഴുതരുത്. ഇവിടെ നിങ്ങൾക്ക് അയൺ വന്നാൽ അയൺ എന്ന് എഴുതാം ടൈപ്പ് 1. ടൈപ്പ് 2 ഒന്നാമത്തെ കാര്യം മെറ്റലിന്റെ ലാറ്റിൻ വേർഡ്സ് ഉണ്ടെങ്കിൽ അത് തന്നെ എഴുതണം. അയണിന്റെ ലാറ്റിൻ വേർഡ് ഫെർമ എന്നാണ്. ഫെർത്തിനാണ് സിമ്പിൾ വന്നേക്കുന്നത്. ആ സിമ്പിൾ ഏതിൽ നിന്നാണ് വന്നേക്കുന്നത് ആ പേര് തന്നെ എഴുതണം. അപ്പം Fe ഫെറമാണ്. UM മാറ്റിയിട്ട് ATE ചേർക്കുന്നത് ഫെറൈറ്റ്. പിന്നെ ബ്രാക്കറ്റിനകത്ത് ഓക്സിഡേഷൻ. ബ്രാക്കറ്റിന് പുറത്തൊന്നും എഴുതേണ്ട ആൾ ഓൾറെഡി മുന്നേ എഴുതിയിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ആദ്യം ഇയാളെ എന്താണ് അയാൾ ആദ്യം എഴുതുക. അത് സോഡിയമാണ്. എണ്ണമൊന്നും എഴുതണ്ട. പിന്നെ ലിഗാൻഡ് NO2 ലിഗാൻഡ് ആണ്. NO2നെ വിളിക്കുന്ന പേര് നമ്മൾ ഓൾറെഡി എഴുതിയത് നൈട്രിറ്റോ എന്നും നൈട്രിറ്റോ ഓയും. NO2 എന്നാണ് ആദ്യം എഴുതിക്കുന്നത്. അപ്പോൾ ഇത് നൈട്രിറ്റോ എന്നാണ് ഓൾറെഡി നമ്മൾ എഴുതിയായിരുന്നു. ദെൻ I എന്ന് പറഞ്ഞാൽ അയഡോ ആണ്. ആൽഫബറ്റിൽ ആരാ ഫസ്റ്റ്? എന്നാണോ I ആണോ? I ആണ്. എത്ര എണ്ണം? 2 എണ്ണം. സോ ഡൈ അയഡോ. പിന്നെ NO2 ഒറ്റ ആളാണ്. നൈട്രിറ്റോ N. പിന്നെ മെറ്റൽ ആരാ? HG എന്ന് പറഞ്ഞാൽ മെർക്കുറി ആണ്. പക്ഷെ മെർക്കുറി എന്നല്ല HG വന്നേക്കുന്ന. HGയുടെ പേര് ഹൈഡ്രാജറം എന്നാണ്. അവസാനത്തെ UM മാറ്റിയിട്ട് ATE ചേർക്കുക. അപ്പൊ ഹൈഡ്രാജറേറ്റ്. ബ്രാക്കറ്റിനകത്ത് ഓക്സിഡേഷൻ. ഇതാണ് നെയിമിങ്. ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. ഒരുമിച്ച് എഴുതിയേക്കാണ്. ഒറ്റ കാര്യം എല്ലാം ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഒരുമിച്ച് എഴുതിയേക്കുന്നത്. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ നോക്കാം.
ടൈപ്പ് 1 ആണെങ്കിൽ കോർഡിനേഷൻ സ്ഫിയറിന് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയർ കഴിഞ്ഞിട്ടാണ് വരും. ടൈപ്പ് 2 ആണെങ്കിൽ കോർഡിനേഷൻ സ്ഫിയറിന് നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയറിന് മുന്നേ ആണ് വരും. ഈ കേസിൽ നിങ്ങൾ മെറ്റലിനെ അടയാളം തന്നെ എഴുതാം. ഈ കേസിൽ മെറ്റലിന്റെ കൂടെ AT ചേർക്കണം. അത് ലാറ്റിൻ വേർഡ് ഉള്ള മെറ്റൽ ആണെങ്കിൽ ആ ലാറ്റിൻ വേർഡിനോടൊപ്പം തന്നെ AT ചേർക്കണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഏത് മെറ്റലാണ് അത് ഇപ്പം F തന്നാൽ ഫെറോ എന്ന് എഴുതുന്നൊന്നുമില്ല. അയൺ ഇതിന്റെ ഒരു ആൻസറാണ്. ഇവിടെ കുഴപ്പമില്ല. ഇനി ഇവിടെ ആദ്യം എഴുതുന്നത് മെറ്റലിനെയാണ്. മെറ്റലിനെ രണ്ട് മെറ്റൽ ആദ്യം എഴുതുന്നത് ലിഗാൻഡാണ്. ലിഗാൻഡിന്റെ ആൽഫബറ്റ് ഉള്ളത് എഴുതണം. ഒന്നിൽ കൂടുതൽ ലിഗാൻഡാണ് വിത്ത് നമ്പർ. പിന്നെ മെറ്റൽ ബ്രാക്കറ്റിനകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ചാർജ് ഉണ്ടെങ്കിൽ അയോൺ എന്ന് പറഞ്ഞാൽ പുറത്താളുണ്ടെങ്കിൽ അയാളുടെ പേര് എഴുതാം. ടൈപ്പ് 2 അവിടെയും ലിഗാൻഡിനെ വേണം ആദ്യം എഴുതാൻ. പിന്നെ മെറ്റൽ. പക്ഷേ ടൈപ്പ് 2 ഒരു പ്രത്യേകത കോർഡിനേഷൻ മുന്നേ ആൾ വരുന്ന കേസിൽ അയാളെ വേണം ആദ്യം എഴുതാൻ. ഇതാണ് നെയിമിംഗ്. ഇത്രയും നെയിമിംഗ് പഠിക്കണം. ഇത്രയും ടൈപ്പ് പഠിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് എനിക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഇത് ക്ലിയർ ആക്കി മനസ്സിലാക്കി പോസ് ചെയ്ത് നോക്കി പോകും. ഓക്കെ. പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഐസോമർസം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഐസോമർസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? സെയിം മോളിക്യുലർ ഫോർമുല. അതായത് ആൾക്കാരുടെ എണ്ണം രണ്ടുപേർക്ക് സെയിം ആയിരിക്കും. സെയിം മോളിക്യുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ ആൻഡ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്. സ്ട്രക്ചറൽ അറേഞ്ച്മെന്റും സ്പേഷ്യൽ അറേഞ്ച്മെന്റും എന്തുമായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സെയിം മോളിക്യുലർ ഫോർമുല ആയിരിക്കും, പക്ഷേ സ്ട്രക്ചറൽ ആൻഡ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. ഈ സ്ട്രക്ചറൽ ആൻഡ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് മാറുന്ന വഴി ഇവർക്ക് ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഐസോമർസ്. അപ്പൊ ഐസോമർ എന്ന് പറഞ്ഞാൽ മോളിക്യുലർ ഫോം. അതായത് രണ്ട് ആൾക്കാരത്തിലും അവരുടെ കയ്യിലുള്ള ആൾക്കാരുടെ എണ്ണം, കാർബണിന്റെയും ഹൈഡ്രജന്റെ ആൾക്കാരുടെ എണ്ണം രണ്ടുപേർക്ക് സെയിം ആയിരിക്കും. ഇവിടെ കാർബൺ കഴിക്കുന്നതിന് മോളിക്യൂൾസ്, രണ്ടുപേർക്കും മോളിക്യൂൾസിന് എണ്ണം സെയിം ആയിരിക്കും. പക്ഷെ സ്ട്രക്ചർ നേരെ എഴുതുന്നതും ബോണ്ട് കൊടുത്ത് എഴുതുന്നതും രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിരിക്കും. അതുവഴി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് ഐസോമർസം. ഐസോമർസം രണ്ട് ടൈപ്പ് ഉണ്ട്. നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ രണ്ട് ടൈപ്പ് ഐസോമർസം പഠിക്കാനുണ്ട്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമർസം, രണ്ടാമത്തത് സ്റ്റീരിയോ ഐസോമർസം. ഈ സ്ട്രക്ചറൽ ഐസോമർസിനെ നമ്മൾ പിന്നെയും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമർസം 4 ആയിട്ട്. ഒന്ന് അയണൈസേഷൻ ഐസോമർസം, ലിങ്കേജ്, ഹൈഡ്രേറ്റ്, കോർഡിനേഷൻ. എല്ലാം സിമ്പിൾ ആണ്. എല്ലാം ഞാൻ പറഞ്ഞു തരാം എങ്ങനെ എഴുതണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ. സ്റ്റീരിയോയെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ജോമെട്രിക്കലും ഒപ്റ്റിക്കലും. അതും പറഞ്ഞു തരാം എങ്ങനെ ചെയ്യണം. അപ്പൊ ഇതാണ് 2 ടൈപ്പ്. അപ്പം എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ് ഐസോമർസം. സെയിം മോളിക്യുലർ ഫോർമുല, ദെൻ സ്ട്രക്ചറൽ ആൻഡ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ആണ്. അപ്പം ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് അയണൈസേഷൻ, ലിങ്കേജ്, ഹൈഡ്രേറ്റ്, കോർഡിനേഷൻ, ദെൻ സ്റ്റീരിയോ ഒക്കെ ജോമെട്രിക്കൽ, ഒപ്റ്റിക്കൽ. ഓക്കെ. ഇനി ഇതിൽ ഓരോന്ന് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് സ്ട്രക്ചറൽ ഐസോമർസം എന്താണ്, സ്റ്റീരിയോ ഐസോമർസം എന്താണ്, ഇത് രണ്ടും ഓരോന്ന് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ആദ്യം സ്ട്രക്ചറൽ ഐസോമർസം എക്സ്പ്ലെയിൻ ചെയ്യാം, then അതിനുശേഷം സ്റ്റീരിയോ ഐസോമർസം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് സ്ട്രക്ചർ. ഇത്ര ഐസോമർസം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ആദ്യം സ്ട്രക്ചറൽ ഐസോമർസം. സ്ട്രക്ചറൽ ഐസോമർസത്തിൽ നമ്മൾ 4 സ്ട്രക്ചറൽ ഐസോമർസം സെയിം മോളിക്യുലർ ഫോർമുലയാണ്, ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ അവിടെ ഡിഫറൻസ് വരാൻ കാരണം എന്താ? സ്ട്രക്ചറാണ്. സ്ട്രക്ചർ അതായത് ഇങ്ങനെ എഴുതില്ല, നമ്മൾ ഇങ്ങനെ എഴുതുമ്പോഴുള്ള ഡിഫറൻസ്, അതാണ് സ്ട്രക്ചറൽ ഐസോമർസം. അതിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് അയണൈസേഷൻ, എല്ലാത്തിനും എക്സാമ്പിൾ ഞാൻ താഴെ എഴുതുന്നത് എന്താണെന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് ഹൈഡ്രേറ്റ്, മൂന്നാമത്തത് ലിങ്കേജ്. ഒരുമിച്ച് എഴുതുക, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 4 കോർഡിനേഷൻ. 4 ഓരോന്ന് എന്തായിട്ട് അതിൽ എക്സാമ്പിൾ നമുക്ക് സ്ഥിരം ചോദിക്കുന്നത് അയണൈസേഷൻ. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് വന്നിട്ട് ABCD, അതിന്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ അയണൈസേഷൻ ഐസോമർ എഴുതാനായിരിക്കും. അപ്പൊ എന്താണ് ഈ അയണൈസേഷൻ, ഹൈഡ്രേറ്റ്, ലിങ്കേജ്? ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സ്ട്രക്ചർ. മോളിക്യുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും.
അയണൈസേഷൻ. അയണൈസേഷന്റെ പ്രത്യേകത ഡിഫറൻസ് ഇൻ അയണൈസേഷൻ. ഓക്കെ, അതായത് അയണൈസേഷൻ ഐസോമർസ് ഡിഫറൻസ് അയണൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാർ ഡിഫറെന്റ് ആയിരിക്കും ഡ്യൂ ടു എക്സ്ചേഞ്ച് ഓഫ് മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്താ അയണൈസേഷൻ ചെയ്യുമ്പോൾ ഡിഫറൻസ് വരും, അതുകൊണ്ടാണ് അയണൈസേഷൻ ഐസോമർസം. എന്തുകൊണ്ട്? എക്സ്ചേഞ്ച് ഓഫ് മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്തും പുറത്തും മോണോഡെൻഡേറ്റ് ലിഗാൻഡിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഐസോമർസ്. ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒരു ടൈപ്പ് അയണൈസേഷൻ ഐസോമർ തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞില്ലേ എക്സ്ചേഞ്ച് ചെയ്യുന്ന ലിഗാൻഡ്, ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന ലിഗാൻഡ് വാട്ടർ ആയിരിക്കണം. എക്സ്ചേഞ്ച് ചെയ്യുന്ന ലിഗാൻഡ് ആരായിരിക്കണം? വാട്ടർ ആയിരിക്കണം. വാട്ടർ ആണെങ്കിൽ നമ്മൾ അതിന് അയണൈസേഷൻ ഐസോമർ എന്ന് പറയില്ല. പക്ഷെ എക്സ്ചേഞ്ച് ചെയ്യുക തന്നെയാണ് അയണൈസേഷൻ ഐസോമർ ഒരു എക്സാമ്പിൾ തന്നെയാണ്. പക്ഷെ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചാർജ് ഒന്നും വരത്തില്ല, അയണൈസേഷൻ ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് എന്തെന്ന് പഠിക്കും? ഹൈഡ്രേറ്റ് എന്ന് പഠിക്കും. അപ്പൊ ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അയണൈസേഷൻ അയണൈസേഷൻ ഐസോമറിന്റെ എക്സാമ്പിൾ തന്നെയാണ്. പക്ഷെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് വാട്ടർ ആയിരിക്കണം. ലിങ്കേജ് ഐസോമർസം കാണിക്കണമെങ്കിൽ ഏത് ലിഗാൻഡ് വേണം? ആംബിഡെന്റിക് ലിഗാൻഡ് വേണം. സോ നമുക്ക് കോർഡിനേഷൻ കോമണിന്റെ അടുത്ത പാർട്ടിലോട്ട് പോവാം. അടുത്ത പാർട്ടെന്ന് പറയുന്നത് ഐസോമർസം ആണ്. സൈഡിലോട്ട് എഴുതാം. ഐസോമർസം. ഐസോമർസം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരുപാട് വട്ടം ഐസോമർസത്തെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐസോമർസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും. മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം, രണ്ട് പേര് കാണും ഐസോമർസം പറയണമെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും ആൾക്കാരുടെ എണ്ണം സെയിം ആയിരിക്കും. പക്ഷേ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റോ ഡിഫറൻ്റ് ആയിരിക്കും. സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, പക്ഷെ സ്ട്രക്ചറൽ ആൻഡ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ സ്ട്രക്ചർ ആൻഡ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഡിഫറൻ്റ് ആകുന്നതുകൊണ്ട് അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് രണ്ടു പേർക്ക് ഡിഫറൻ്റ് ആയിരിക്കും. രണ്ടു പേർക്കും ഡിഫറൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഐസോമേഴ്സ്. ഇപ്പോൾ രണ്ടു പേർക്കും രണ്ടു പേർക്കുമുള്ള ആൾക്കാർ സെയിം ആണ്, പക്ഷേ ഇയാളുടെ സ്ട്രക്ചറൽ അല്ലെങ്കിൽ സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് അല്ല ഇയാൾക്ക്. അതുവഴി രണ്ടുപേരുടെയും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് ഐസോമേഴ്സ്. ആ ഫിനോമിനോനെ വിളിക്കുന്ന പേരാണ് ഐസോമേഴ്സ്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തിനൊക്കെ ഡിഫറൻസ് വരുന്നതെന്നാണ് പറഞ്ഞാൽ, ഒന്ന് സ്ട്രക്ചറലിനും സ്പേഷ്യലിനും. സ്ട്രക്ചറലിന് ഡിഫറൻസ് വരികയാണെങ്കിൽ ആ ഐസോമർസത്തെ വിളിക്കുന്ന പേര് സ്ട്രക്ചറൽ ഐസോമർസം. അതായത് മോളിക്കുലർ ഫോർമുല സെയിം, സ്ട്രക്ചറലിന് ഡിഫറൻസ് വരും. മോളിക്കുലർ ഫോർമുല സെയിം, സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഡിഫറൻസ് വന്നാൽ അതിനെ വിളിക്കുന്ന പേര് സ്റ്റീരിയോ ഐസോമർസം. സ്ട്രക്ചറൽ ഐസോമർസം 4 ടൈപ്പ് ഉണ്ട്. സ്റ്റീരിയോ ഐസോമർസം 2 ടൈപ്പ് ഉണ്ട്. ഇത് രണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. സ്ട്രക്ചറൽ ഐസോമർസം 4 പഠിക്കാനുണ്ട്, സ്റ്റീരിയോ ഐസോമർസവും 2 പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് സ്ട്രക്ചറൽ ഐസോമർസം, എന്താണ് സ്റ്റീരിയോ ഐസോമർസം? ആദ്യം നമുക്ക് സ്ട്രക്ചറൽ ഐസോമർസം നോക്കാം. അപ്പോൾ എന്തിലാണ് ഡിഫറൻസ് വരുന്ന? സ്ട്രക്ചറലിനാണ് ഡിഫറൻസ് വരുന്ന സ്ട്രക്ചറൽ ഐസോമർസം. മോളിക്കുലർ ഫോർമുല സെയിം, സ്ട്രക്ചർ ഡിഫറൻസ്. അത് 4 ടൈപ്പ് ഉണ്ട്. 4 ഒരുമിച്ച് എഴുതി പഠിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പിടികിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതാതിരിക്കണം. അതിനെക്കാളും നല്ലത് 4 ഒരുമിച്ച് എഴുതി നമുക്കങ്ങ് പഠിക്കാം. ആദ്യത്തത് അയണൈസേഷൻ, രണ്ടാമത്തത് ഹൈഡ്രേറ്റ് ഐസോമർസ്. എല്ലാത്തിനും കൂടെ ഐസോമർസം ഉണ്ടേ. മൂന്നാമത്തത് ലിങ്കേജ്. നാലാമത്തത് കോർഡിനേഷൻ. ഓരോന്നോരോന്നായിട്ട് പറയും. അയണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയുള്ള സംഭവം. ഞാൻ 2 ആൾക്കാരെ എഴുതാം. ഈ 2 നമ്മളെ ഡിഫറൻസ് ഒന്ന് എന്ത് ഇവർ നമ്മളെ ഡിഫറൻസ്. ഇത് അയണൈസേഷൻ ഐസോമർസത്തിന് എക്സാമ്പിളാണ്. ആദ്യം ഇത് ഐസോമർസ് ആണോ നോക്കാം. മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കണം. ക്രോമിയം ഓരോന്ന്. NH4 4, NH3 4, NH3 4, ഒരു Cl, ഒരു SO4, ഒരു SO4 ആണ്. അപ്പം മോളിക്കുലർ ഫോർമുല സെയിം, ആൾക്കാരുടെ എണ്ണം 2 പേർക്ക് സെയിം. പിന്നെ സ്ട്രക്ചറലിനാണോ സ്പേഷ്യലിനാണോ? സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നേരെ എഴുതുന്നത്, സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ ബോണ്ട് കൊടുത്ത് എഴുതുന്നത്. ഇതിങ്ങനെ നേരെ എഴുതിയേക്കുക. നേരെ എഴുതിയേക്കുന്നത് 2 പേർക്ക് സെയിം ആണോ? Cr NH3 SO4, Cr NH3 Cl. നേരെ എഴുതിയേക്കുന്നത് 2 പേർക്ക് സെയിം അല്ല. അപ്പോൾ ഇത് സ്ട്രക്ചറൽ ഐസോമർസ് ആണ്. സ്ട്രക്ചറൽ തന്നെ 4 ടൈപ്പ് ഉണ്ട്. അതിലേതാണ്?
ഒന്നാമത്തത് അയണൈസേഷൻ. അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കിടക്കുന്ന ആള് അകത്തോട്ട് കയറുമ്പോൾ അകത്ത് കിടക്കുന്ന ആൾ പുറത്ത് വരും. എന്താ നോക്കി, Cl അകത്തോട്ട് കയറുന്നു, SO4 പുറത്തോട്ട് വരുന്നു. ഇതല്ലേ ഐസോമർസം. അപ്പം കോർഡിനേഷൻ സ്പിയറിന് അകത്തോട്ട് ആളെ കയറുമ്പോൾ അകത്ത് നിന്ന് പുറത്തോട്ട് ആളിറങ്ങും. ഒരാൾ അകത്തോട്ട് കയറുമ്പോൾ ഒരാൾ പുറത്തോട്ട് ഇറങ്ങും. ഈ ടൈപ്പ് ഐസോമർസത്തെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ ഐസോമർസം. കാരണം ഇതിനെ വെള്ളത്തിലിട്ടാൽ കോർഡിനേഷൻ സ്പിയർ ഒരുമിച്ച് നിൽക്കും. ആര് പുറത്ത് വരും? Cl പുറത്ത് വരും. ഇതിനെ വെള്ളത്തിലിട്ടാൽ കോർഡിനേഷൻ സ്പിയർ ഒരുമിച്ച് നിൽക്കും. ആര് പുറത്ത് വരും? SO4 പുറത്ത് വരും. അപ്പോൾ ഇവിടെ പുറത്ത് വരുന്നത് Cl മൈനസും ഇവിടെ പുറത്ത് വരുന്നത് ആരുവാ? SO4 ആണ്. അപ്പോൾ വെള്ളത്തിലിടുന്ന സമയത്ത് അയണൈസ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻറ്റ് ആൾക്കാർ പുറത്ത് വരുന്നത് കൊണ്ടാണ് അവരെ എന്തെന്ന് വിളിക്കുന്ന അയണൈസേഷൻ ഐസോമർസം എന്ന് വിളിക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളടുത്ത് അയണൈസേഷൻ ഐസോമർസം എഴുതാൻ പറഞ്ഞാൽ, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നിട്ട് അയണൈസേഷൻ ഐസോമർസം എഴുതാൻ പറഞ്ഞാൽ പുറത്ത് കിടക്കുന്ന ഒരാളെ അകത്ത് കയറ്റിയിട്ട് അകത്ത് കിടക്കുന്ന ഒരാളെ പുറത്തിറക്കും. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അയണൈസേഷൻ ഐസോമർസം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ Br അകത്ത് കയറ്റിയിട്ട് Cl എന്ത് ചെയ്യുക? പുറത്തിറക്കുക. Br അകത്ത് കയറ്റിയിട്ട് Cl പുറത്തിറക്കുക. സിമ്പിൾ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാർജുള്ള ആൾക്കാരെ പുറത്തിറക്കുക. NH3 ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് ഉള്ള ആൾക്കാരാണ്. Cl ചാർജ് -1 ആണ്, നമ്മളത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ചാർജ് ഉള്ള ആൾക്കാരെ വേണം പുറത്തിറക്കാൻ. അതാണ് കുറച്ചും കൂടെ നല്ലത്. അതാണ് ഐസോമർസം നമ്മൾ ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം നിങ്ങളുടെ NH3 വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറക്കാം, പക്ഷേ NH3 ചാർജ് ഇല്ല. അതിനൊക്കെ നല്ലത് ചാർജുള്ള ആൾക്കാരെ പുറത്തിറക്കുന്നതാണ്. ഇതാണ് അയണൈസേഷൻ ഐസോമർസം. ഓക്കെ ആണല്ലോ. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞ് ചോദിക്കും. അത് നമ്മൾ നോട്ട്സിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് എക്സാമ്പിൾ ചെയ്തുകൊണ്ട് അപ്പോൾ നോട്ട്സ് നോക്കിയാൽ മതി. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്, കയറി കാണുക. അതല്ല ഐസോമർസം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കാം. പുറത്ത് കിടക്കുന്ന ആൾ അകത്ത് കയറ്റിയിട്ട് അകത്ത് കിടക്കുന്ന ആളെ പുറത്തിറക്കുക. ഇത്രയുള്ള സംഭവം. രണ്ടാമത്തത് ഹൈഡ്രേറ്റ്. ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അയണൈസേഷൻ ഐസോമർസം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ പുറത്ത് കിടക്കുന്ന ആൾ അകത്തോട്ട് കയറുമ്പോഴും അകത്ത് കിടക്കുന്ന ആൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴും വാട്ടറാണ് ഒരാൾ. അതായത് ഈ ഒരാൾ ഇതിനകത്ത് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരാൾ വാട്ടർ ആണെങ്കിൽ ആ ടൈപ്പ് ഐസോമർസത്തെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേറ്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കി, ഇവിടെ എന്തോ സംഭവിച്ചത്? Cr ഒരെണ്ണം, H2 5 1 6, ഒരു Cl ഒരു Br, എല്ലാവർക്കും സെയിം ആണ്. പിന്നെ എന്താ സംഭവിച്ചത്? Br അകത്തോട്ട് കയറി Cl ആണ് പുറത്തോട്ട് വരുന്നതെങ്കിൽ അതേത് ഐസോമർസം? അയണൈസേഷൻ ആണ്. Br അകത്തോട്ട് കയറി Cl പുറത്തോട്ട് വരും, അയണൈസേഷൻ ആണ്. പക്ഷേ ഇവിടെ Br അകത്തോട്ട് വരുമ്പോൾ ആരാ പുറത്തോട്ട് വന്നത്? H2 ആണ്. അല്ലെങ്കിൽ H2 അകത്തോട്ട് കയറുമ്പോൾ വേറെ H2 ആണ് ഒരാളെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഹൈഡ്രേറ്റ് എന്നാണ്. ഇത് ഹൈഡ്രേറ്റ് ആണ്. കാരണം ആരാ എക്സ്ചേഞ്ച് ആവുന്ന? H2 ആണ്. ഇവിടെ അകത്ത് കിടക്കുന്ന H2 പുറത്തോട്ട് വരുന്നു. ഇനി പുറത്ത് കിടക്കുന്ന H2 അകത്തോട്ട് കയറാം. ഫോർ എക്സാമ്പിൾ നോക്കി, ഇത് കണ്ടോ? ഇവിടെ H2 ഇവിടെ കിടക്കാം, പുറത്ത് കിടക്കാം. ഇനി നോക്കി, ഇവിടെ എന്താ സംഭവിച്ചത്? Cl പുറത്തോട്ട് വന്ന് H2 അകത്തോട്ട്. അപ്പോൾ 5 H2 ഒരു H2 കൂടെ 6 H2 ആയി Cl പുറത്ത് വന്നു. ഇത് ഏത് ഐസോമർസം? ഹൈഡ്രേറ്റ് ആണ്. അതായത് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾ, അയണൈസേഷൻ ഐസോമർസത്തിൽ എക്സ്ചേഞ്ച് നടക്കണം. പുറത്ത് കിടക്കുന്ന ആൾ അകത്തോട്ട് കയറും, അകത്ത് കിടക്കുന്ന ആൾ പുറത്തോട്ട് വരും. ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരാൾ H2 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഹൈഡ്രേറ്റ്. ഓക്കെ. അപ്പോൾ അയണൈസേഷൻ ഐസോമർസം എഴുതാനാണ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ പുറത്ത് കിടക്കുന്ന ആൾ അകത്ത് കയറിയിട്ട് അകത്ത് കിടക്കുന്ന ആളെ പുറത്തിറക്കുക. ആ അയണൈസേഷൻ ഐസോമർസം എഴുതുമ്പോൾ ഒരിക്കലും വാട്ടറിനെ അകത്തോട്ടോ പുറത്തോട്ടോ കയറ്റിക്കളയരുത്. കാരണം വാട്ടർ കയറ്റിയാൽ അത് ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത്. ഇപ്പോൾ 2 ക്ലിയർ ആയി. മൂന്നാമത്തത് ലിങ്കേജ്. ലിങ്കേജിൽ ഇങ്ങനെ പുറത്തോട്ടോ അകത്തോട്ടോ എക്സ്ചേഞ്ച് ഒന്നും നടക്കത്തില്ല. ലിങ്കേജിൽ ഇത്രയേ ഉള്ളൂ. ഏത് ലിഗാൻഡ് ആയിരിക്കണം? ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ആയിരിക്കണം. ലിങ്കേജ് ഐസോമർസം ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ആയിരിക്കണം. പിന്നെ അതേ കണക്ക് തന്നെ ഇങ്ങോട്ട് നോക്കി, ഇവിടെ പുറത്ത് കിടക്കുന്ന ആൾ അകത്തോട്ട് കയറുകയോ അകത്ത് കിടക്കുന്ന ആൾ പുറത്തോട്ട് അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. H2 പുറത്ത് കിടക്കുകയാണ്, H2 പുറത്ത് കിടക്കുകയാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഈ 2 ഐസോമർസം അല്ല. കാരണം പുറത്ത് കിടക്കുന്ന ആൾ അകത്തോട്ട് കയറിയാൽ അകത്ത് കിടക്കുന്ന ആൾ പുറത്തോട്ട് ഇറങ്ങിയാലാണ് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാവുന്നത്. അത് H2 ആണ് ഒരെണ്ണമെങ്കിൽ അത് ഹൈഡ്രേറ്റ് ആവും, H2 അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അയണൈസേഷൻ ആവും. ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഇവിടെ എന്തോ സംഭവിച്ചു നോക്കി, ഇവിടെ Cr-ഉമായിട്ട് Cl ഉണ്ട്, NO2 ഉണ്ട്. NO2 ആരാ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്? N ആണ്. ഇവിടെ ആരാ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്? O ആണ്.
അപ്പം ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് വരുന്ന ഐസോമർസാണ് ലിങ്കേജ്. ലിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഡിഫറൻസ്. അങ്ങനെ ലിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഡിഫറൻ്റ് ആകണമെങ്കിൽ ഏത് ലിഗാൻഡ് വരണം? ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് വരണം. അപ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു മോളിക്യൂളിനെ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഐസോമർസം കാണിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ അതിനകത്ത് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ഏതൊക്കെ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് നിങ്ങൾ പഠിച്ച NO2 മൈനസ്, SCN മൈനസ്, CN മൈനസ്, ഇതെല്ലാം ആംബിഡെൻറ്റേറ്റ് ആണ്. ഇതിലേതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് ഏതാണ്? ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏത് ഐസോമർസോ? ലിങ്കേജ് ആണ്. ലാസ്റ്റ് കോർഡിനേഷൻ. കോർഡിനേഷൻ ഭയങ്കര സിമ്പിളാണ്. 2 കോർഡിനേഷൻ സ്പിയർ കാണും. 2 കോർഡിനേഷൻ സ്പിയർ ഉണ്ടെങ്കിൽ അത് കോർഡിനേഷനാണ്. കണ്ടോ, ഇതൊരു ഐസോമർസ്. 2 കോർഡിനേഷൻ സ്പിയർ ഉണ്ട്. എന്തോ രണ്ട് നമ്മളെ വ്യത്യാസം? ഇതൊരു കോമ്പൗണ്ട്, ഇത് അടുത്ത കോമ്പൗണ്ട്. എന്തോ രണ്ടുപേരും നമ്മളെ വ്യത്യാസം? ഇവിടെ CRൻ്റെ കൂടെ H2O, Mൻ്റെ കൂടെ Cl. എന്നാൽ അതിൻ്റെ ഐസോമറിൻ്റെ കേസിൽ ഇതൊറ്റ കോമ്പൗണ്ടാണ്, രണ്ടെണ്ണം അല്ല, ഒറ്റ കോമ്പൗണ്ടാണ്. അതിൻ്റെ മെറ്റേൻ്റെ കേസിൽ CRൻ്റെ കൂടെ Mൻ്റെ Cl വന്നു, Mൻ്റെ കൂടെ CRൻ്റെ H2O വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ലിഗാൻഡ് എക്സ്ചേഞ്ച് ആയി. അതിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ. ഇത് നമുക്ക് അങ്ങനെ ചോദിക്കാറേ ഇല്ല. കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ 2 കോർഡിനേഷൻ സ്പിയർ കാണും. അത്രയും മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഐസോമർസം സ്ട്രക്ചറിൻ്റെ ബേസിൽ 4 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ അയണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്ത് കിടക്കുന്ന ആൾ അകത്തോട്ട് കയറുന്ന ആ ഒരു എക്സ്ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ നോക്കുക 2 പേരെ തരുമ്പോൾ. അല്ല, അയണൈസേഷൻ ഐസോമർസം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കിടക്കുന്ന ആൾ അകത്ത് കയറിയിട്ട് അകത്ത് കിടക്കുന്ന ആളെ പുറത്തിറക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വാട്ടർ ആയിരിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. വാട്ടർ പോയാൽ അത് ഹൈഡ്രേറ്റ് ആണ്. അയണൈസേഷൻ ഐസോമർസം എഴുതാൻ പറഞ്ഞാൽ വാട്ടറിനെ എടുക്കരുത്. ഓക്കെ. പിന്നെ അയണൈസേഷൻ ഐസോമർസം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. പുറത്ത് കിടക്കുന്ന അകത്ത്, അകത്ത് കിടക്കുന്ന അകത്തോട്ട് കയറുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അയണൈസേഷൻ ആണ്. ഹൈഡ്രേറ്റ് ആണെങ്കിൽ ഈ എക്സ്ചേഞ്ച് തന്നെയാണ് അയണൈസേഷൻ ഐസോമർസത്തിന് ഒരു എക്സാമ്പിളാണ്. പക്ഷേ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരാൾ വാട്ടറാണ്. പിന്നെ ആംബിഡെൻറ്റേറ്റ് ലിങ്കേജ് ആകുമ്പോഴത്തേക്ക് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ഉണ്ടോ നോക്കുക. എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. പക്ഷേ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് 2 മോളിക്യൂളും 2 രീതിയിലാണ് എഴുതുന്നത്. NO2 ആണെങ്കിൽ ONA, SCN ആണെങ്കിൽ NCF, അങ്ങനെ ആയിരിക്കും എഴുതുന്നത്. കോർഡിനേഷൻ ആകുമ്പോൾ 2 കോർഡിനേഷൻ സ്പിയർ കാണും. ഇതാണ് ആദ്യത്തെ ഐസോമർസം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്ട്രക്ചറൽ ഐസോമർസം 4 ആയേ. ഇനി ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട്. ഗ്രൂപ്പിനകത്തുനിന്ന് എടുത്തോളാം. ഫ്രീ നോട്ട്സാണ്, ഫ്രീ ഗ്രൂപ്പാണ്. ഓക്കെ. പിന്നെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്താണ് സ്ട്രക്ചറൽ ഐസോമർസം എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാം. അപ്പം 4 പഠിക്കാനുള്ള നോട്ട്സ് അതിനകത്തുണ്ട്. അല്ല, എക്സാമിന് ചോദിക്കുന്നത് ഒരു മോളിക്യൂൾ വന്നിട്ട് ഇതിൻ്റെ അയണൈസേഷൻ ഐസോമർസം എഴുതാൻ പറയും. അപ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാമല്ലോ. പുറത്ത് കിടക്കുന്ന അകത്തോട്ട് ഇട്ട് അകത്ത് കിടക്കുന്ന പുറത്തോട്ട് ഇറക്കുക. ഓരോന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ 2 തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഐസോമർസം ആണെന്ന് ചോദിക്കും. അപ്പം എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടെങ്കിൽ അയണൈസേഷൻ, എക്സ്ചേഞ്ച് നടക്കുന്ന ഒരാൾ വാട്ടർ ആണെങ്കിൽ ഹൈഡ്രേറ്റ്, എക്സ്ചേഞ്ച് നടക്കുന്നില്ല ലിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഡിഫറൻ്റ് ആണെങ്കിൽ ലിങ്കേജ്, 2 കോർഡിനേഷൻ സ്പിയർ ഉണ്ടെങ്കിൽ കോർഡിനേഷൻ ഐസോമർസം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് സ്റ്റീരിയോ. ഇതാണ് നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത്. സ്റ്റീരിയോ ഐസോമർസത്തെ നമ്മൾ 2 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് ജോമെട്രിക്കൽ, രണ്ടാമത്തത് ഒപ്റ്റിക്കൽ. ജോമെട്രിക്കലും ഒപ്റ്റിക്കൽ. ജോമെട്രിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഐസോമർസം വരുന്നത് സിസും ട്രാൻസും ആണ്. ഒപ്റ്റിക്കൽ ആണെങ്കിൽ നമുക്ക് വരുന്നത് കൈറാലും അക്കൈറാലും ആണ്. കൈറാൽ ആണെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമർ ഉണ്ട്, അക്കൈറാൽ ആണെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമർസും ഇല്ല. കൈറാൽ ആണെങ്കിൽ 2 ഒപ്റ്റിക്കൽ ഐസോമർസും ഉണ്ട്, ഡെക്സ്ട്രോയും ലീവോയും. അക്കൈറാൽ ആണെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമർസും ഇല്ല. ഇതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. സിസും ട്രാൻസും കൈറാലും അക്കൈറാലും. അതിലാദ്യം ജോമെട്രിക്കൽ തന്നെ നമുക്ക് പഠിക്കാം. ജോമെട്രിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് സംഭവം ഇത്രയേ ഉള്ളൂ. സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. ബോണ്ടൊക്കെ കൊടുത്തെഴുതും. നമ്മൾ ഇത്രയും നേരം മറ്റേ കോർഡിനേഷൻ സ്പിയർ ഒക്കെ കൊടുത്തല്ലേ എഴുതിയത്. പക്ഷേ ബോണ്ട് കൊടുത്തെഴുതും. അതാണ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. ബോണ്ടൊക്കെ കൊടുക്കും. അങ്ങനെ ബോണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. സിസും ട്രാൻസും സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. സിസ് എന്ന് പറഞ്ഞാൽ സെയിം ഗ്രൂപ്പ് സെയിം സൈഡിൽ. 3-4 എക്സാമ്പിളെ നമുക്ക് ചോദിക്കൂ. സെയിം ഗ്രൂപ്പ് സെയിം സൈഡിൽ. ട്രാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡ്. ഇതാണ് ആദ്യത്തെ ഐസോമർസം. പിന്നെ ഒപ്റ്റിക്കൽ ആകുമ്പോഴത്തേക്ക് കൈറാലും അക്കൈറാലും. അത് ഞാൻ ഒപ്റ്റിക്കൽ അപ്പോൾ പറയാം. ഇപ്പം ഞാൻ സ്റ്റീരിയോ ഐസോമർസം മാത്രം പറയാം. ഒപ്റ്റിക്കൽ ഞാൻ മായ്ക്കുകയാണേ. മീൻസ് ഒപ്റ്റിക്കൽ പറയുന്നില്ല, സ്റ്റീരിയോയിൽ ജോമെട്രിക്കൽ മാത്രമേ പറയുന്നുള്ളൂ.
അതിലാദ്യം സിസ് ട്രാൻസ്, അതായത് ജോമെട്രിക്കൽ ഐസോമർസ് ആണ് പറയാൻ പോകുന്നത്. ജോമെട്രിക്കൽ ഐസോമർസ് നമ്മൾ 2 ആൾക്കാരിലാണ് കണ്ടുപിടിക്കുന്നത്, കോർഡിനേഷൻ നമ്പർ 4-ലും ദെൻ കോർഡിനേഷൻ നമ്പർ 6-ലും. 2 പേരിലാണ് കണ്ടുപിടിക്കുന്നത്. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നടുക്കൊരാൾ, ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ. ഇതാണ് കോർഡിനേഷൻ നമ്പർ 4-ൻ്റെ അറേഞ്ച്മെൻറ്റ്. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, ഇവിടെ. ഇത് നടുക്കിരിക്കുന്ന മെറ്റലാണ് കേട്ടോ. ഇവിടെ മുകളിലോട്ട് താഴോട്ട്, ഇങ്ങനെ 2 അറേഞ്ച്മെൻ്റാണ് നമുക്ക് വരുന്നത്. ഈ അറേഞ്ച്മെൻറ്റ് ബോണ്ടൊക്കെ ഉണ്ടോ, ഇതൊക്കെ ബോണ്ടാണ്. ഇതിൽ നിന്നാണ് നമ്മൾ സിസ് ആണോ ട്രാൻസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. ആദ്യം കോർഡിനേഷൻ നമ്പർ 4 പറയാം. കോർഡിനേഷൻ നമ്പർ 4-ൽ നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ സ്ഥിരം ചോദിക്കുന്നത്. അതിങ്ങനെയാണ് വരുന്നത്, MA2B2. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്കൊന്നും പിടികിട്ടത്തില്ല. സംഭവം നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ ആയിരിക്കും തരുന്ന PTCl2Br2. കണ്ടോ, PT മെറ്റൽ M, CL 2 എണ്ണം. CL ഞാൻ A എന്ന് പറഞ്ഞു കൊടുക്കുന്നു, അപ്പോൾ A 2 എണ്ണം. BR ഞാൻ B എന്ന് പറഞ്ഞത് B 2 എണ്ണം. ഇതെല്ലാം മോണോഡെൻഡേറ്റ് ആണ്, അതുകൊണ്ടാണ് A എന്ന് പറഞ്ഞ് കൊടുത്തത്. മോണോഡെൻഡേറ്റ് ലിഗാൻഡാണ്. മോണോഡെൻഡ് ഒറ്റ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും അല്ലേ. 2 ബോണ്ട് ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് A എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. 2 ബോണ്ടാകുമ്പോൾ A എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇതെല്ലാം ഒറ്റ ബോണ്ട്. അപ്പം കോർഡിനേഷൻ നമ്പർ എത്ര? 4 ആണ്. കോർഡിനേഷൻ നമ്പർ 4 അല്ലേ, കാരണം ഇതിന് 2 ബോണ്ട്, ഇതിന് 2 ബോണ്ട്, മൊത്തം 4 ബോണ്ട്. കോർഡിനേഷൻ നമ്പർ 4. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു എക്സാമ്പിളാണ്. ചിലപ്പോൾ ഈ ആൾക്കാരെ മാറ്റി തരാം, അതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ഒരാളെ പറയാത്തത്. PTNH3 ഇങ്ങനെ തരാം. ഇങ്ങനെ തരുമ്പോഴും ഈ ടൈപ്പ് തന്നെ. പ്ലാറ്റിനം എന്ന് പറയുന്നത് M, മെറ്റൽ. NH3 എന്ന് പറയുന്നത് ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം A 2 എണ്ണം, B 2 എണ്ണം. ഇതും ഈ ടൈപ്പ് തന്നെ. അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് പറയാത്തത്. കാരണം ഇത് ഇങ്ങനെ പറയാം, FeH2O 2 times Br2. ഇത് കണ്ടോ, ഇതും ഈ ടൈപ്പാണ്. MH2 ഒറ്റ ബോണ്ടേ ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. H2 നമ്മളിത് പഠിച്ചിട്ടുണ്ട്. H2, അപ്പം A 2 എണ്ണം H2. B ഒറ്റ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന B 2 എണ്ണം. ഇതും ഈ ടൈപ്പ് തന്നെ. ഈ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിസും ട്രാൻസും ഉണ്ട്. ഇതിന് ജോമെട്രിക്കൽ ഐസോമർസം ഉണ്ട്. വേറെ എന്ത് തന്നാലും ജോമെട്രിക്കൽ ഐസോമർസം ഇല്ല. ഇതിന് മാത്രമേ ജോമെട്രിക്കൽ ഐസോമർസം ഉള്ളൂ. ഇതിൻ്റെ ജോമെട്രിക്കൽ ഐസോമർസം വരയ്ക്കാൻ പറഞ്ഞാൽ അത് ഇങ്ങനെ വരയ്ക്കുക, MAAB. ഇത് ട്രാൻസ്. MAABB ഇത് സിസ്. നിങ്ങൾക്ക് ഇതിന് പകരം ഈ മോളിക്കൂളാണ് തരുന്നതെങ്കിൽ എമ്മിന് പകരം PT എന്ന് എഴുതാം. എയുടെ സ്ഥാനത്ത് എന്തെഴുതുക? NH3 എഴുതാം. ബിയുടെ സ്ഥാനത്ത് എന്തെഴുതുക? CL എഴുതാം. ഇതാണ് തരുന്നതെങ്കിൽ എമ്മിൻ്റെ സ്ഥാനത്ത് FE എന്ന് എഴുതുക. ഈ M എന്ന് എഴുതി കളയരുത്. ബിയുടെ സ്ഥാനത്ത് ബ്രോമിൻ എഴുതുക, ബ്രോമിൻ. എയുടെ സ്ഥാനത്ത് H2 എഴുതുക. സിസും ട്രാൻസും സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ MA2B2 മാത്രമേ നമുക്ക് എക്സാമിന് ചോദിക്കത്തുള്ളൂ. അതിൽ M എന്ന് പറഞ്ഞാൽ മെറ്റൽ, എയും ബിയും മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, ഒറ്റ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ലിഗാൻഡ്. അത് 2 എണ്ണം വീതം. ഓക്കെ, ഇതായി നോക്കേ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് CrH2O 3 times Cl. ഇതിന് ജോമെട്രിക്കൽ ഐസോമർസം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഒരാൾക്ക് മാത്രമേ ജോമെട്രിക്കൽ ഐസോമർസം. ആദ്യം കോർഡിനേഷൻ നമ്പർ 4 ആണോ 6 ആണോ നോക്കാം. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ഒരാൾക്ക് മാത്രമേ ജോമെട്രിക്കൽ ഐസോമർസം ഉള്ളൂ, ബാക്കി ആർക്കും ഇല്ല. അപ്പോൾ ഇത് കോർഡിനേഷൻ നമ്പർ 4 ആണോ എന്ന് ചെക്ക് ചെയ്യാം. CL എന്ന് പറയുമ്പോൾ മോണോഡെൻഡേറ്റ് ആണ്, ഒരു ബോണ്ട്. H2 എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ ബോണ്ടേ ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ 3 എണ്ണാകുമ്പോൾ 3 ബോണ്ട്, 3 4, കോർഡിനേഷൻ നമ്പർ 4 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കണമെങ്കിൽ ഈ ടൈപ്പ് വരണം. അപ്പം CRനെ M എന്ന് കൊടുക്കുന്നു, H2 B, H2ക്ക് A എന്നും CLനെ B. H2 എത്രയാണ്? 3. MA3B ആണ് വരുന്നത്. MA3B എന്ന് പറയുന്ന ആൾക്ക് ജോമെട്രിക്കൽ ഐസോമർസം ഉണ്ടോ? ഇല്ല, ജോമെട്രിക്കൽ ഐസോമർസം ഇല്ല. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ജോമെട്രിക്കൽ ഐസോമർസം ഉണ്ടോ ഇല്ലയോ. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ഒരാൾ മാത്രം പഠിച്ചാൽ മതി. ഇയാൾ മാത്രമാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കുന്ന ആൾ സിസും ട്രാൻസും കാണിക്കും. ഓക്കെ, ഇനി കോർഡിനേഷൻ നമ്പർ 6 വരുന്ന സമയത്ത്
അപ്പം ഇത്രയും കാര്യം മാത്രം ശ്രദ്ധിക്കാം. നമ്മൾ ജോമെട്രിക്കൽ ഐസോമർസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജോമെട്രിക്കൽ ഐസോമർസത്തിൽ ജോമെട്രിക്കൽ കോർഡിനേഷൻ നമ്പർ 4 ആണ് വരുന്നതെങ്കിൽ ഒറ്റയാളെ മാത്രം പഠിച്ചാൽ മതി, MA2B2. മെറ്റലിന് ചുറ്റും 2 ഡിഫറൻ്റ് ആൾക്കാർ, അവർ രണ്ടുപേരും മോണോഡെൻഡേറ്റ് ആണ്. കോർഡിനേഷൻ നമ്പർ 6, കോർഡിനേഷൻ നമ്പർ 6ൽ നമുക്ക് 3 പേരെ പഠിക്കാനുണ്ട്. 3 പേര്, 3 ആൾക്കാരെ പഠിക്കാനുള്ളൂ. ആ 3 എക്സാമിന് ചോദിക്കും. ഒന്നാമത്തത് MA4B2, അടുത്തത് MA3B3, അടുത്തത് MAA2B2. ഇങ്ങനെ 3. ഈ 3 എക്സാമിന് ചോദിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MA4B2, ഇതിൻ്റെ എല്ലാം സിസും ട്രാൻസും ഞാൻ ആദ്യം വരയ്ക്കാം, എന്നിട്ട് ഞാൻ ഇതെങ്ങനെ വരുന്നു എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ സിസും ട്രാൻസും വരയ്ക്കാൻ പോവാണേ. കാണാതെ പഠിച്ചോണേ. എം, ഈ എമ്മിന് പകരം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്താണോ തരുന്നത് അത് കൊടുക്കുക. ഇത് ട്രാൻസ്, സിസും ട്രാൻസും. ഇനി ഇത് ഇവിടെ സിസും ട്രാൻസും അല്ല, ഇവിടെ വരുന്നത് മെറ്റലിന് ചുറ്റും 3 വീതം വെച്ച് വരികയാണെങ്കിൽ നമുക്ക് സിസും ട്രാൻസും അല്ല വരുന്നത്. നമ്മളതിന് വേറൊരു പേരാണ്, പ്രത്യേക ഒരു ഐസോമർസും അതിന്, അത് പ്രത്യേകം ആലോചിച്ച് വെച്ചോണം. ഇതിനെ വിളിക്കുന്ന പേര് മെർഡിയോൺ, ഫേഷ്യലും മെർഡിയോണൽ. ഇനി അടുത്തത് MAA. ഇത് കണ്ടോ, ഇത് ബൈഡൻഡേറ്റ. ബൈഡൻഡേറ്റ് ആകുമ്പോൾ 2 ബോണ്ട്, 2 × 2 4 ബോണ്ട്. ബി എന്ന് പറയുമ്പോൾ ഒറ്റ, അപ്പം 4 × 2 6, അത് 6 ആണ്. 2 × 2 4 ആണെന്ന് വിചാരിക്കുക, അത് 6. കോർഡിനേഷൻ നമ്പർ 6 തന്നെയാണ്. ഇവിടെയും 2 അറേഞ്ച്മെൻറ്റ്. എം മെറ്റലാണ്, എം അറേഞ്ച്മെൻറ്റ് പറയട്ടെ. ദാ A B B A A A A. ഇത് ട്രാൻസ്. B B A A A A. ഇത് സിസ്. ഇങ്ങനെ 3 നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് MA4B2. ഇനി ക്വസ്റ്റ്യനകത്ത് ഇതിൽ ഏതാണോ തരുന്നത് അതിനനുസരിച്ച് ഇതങ്ങ് വരച്ച് വെച്ചാൽ മതി. എമ്മിന് പകരം തന്നിരിക്കുന്ന മെറ്റലിനെ കൊടുക്കുക, എക്ക് പകരം ഒരിലേക്കായിട്ട് ബിക്ക് പകരം അടുത്തിലേക്കായിട്ട് കൊടുത്താൽ മതി. അപ്പം ഇത് 3 നമുക്ക് ചോദിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ എഴുതാം, എന്നിട്ട് നിങ്ങൾ നോക്കുക ഏതാണ്. CrH2O 4 × Cl2. ഇതിന് ജോമെട്രിക്കൽ ഐസോമർസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ 3 ഏതാണിതെന്ന് നോക്കുക. Cr മെറ്റലാണ്, എം എന്ന് കൊടുക്കാം. H2O മോണോഡെൻഡേറ്റ് ആണ്, മോണോഡെൻഡേറ്റ് ആണെങ്കിൽ A എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം A4. Cl മോണോഡെൻഡേറ്റ് ആണ്, അപ്പം A കൊടുത്താലോ, ഇനി ഇതിന് B കൊടുത്തേ പറ്റൂ, B2. MA4B2. എന്താ MA4B2? MA4B2 ഇതാണ്ട MA4B2. അതിന് ജോമെട്രിക്കൽ ഐസോമർസ് ഉണ്ട്. അതിൻ്റെ സിസ്റ്റം ട്രാൻസ് എങ്ങനെ വരയ്ക്കും? എമ്മിന് പകരം CR കൊടുക്കുക, എക്ക് പകരം H2O കൊടുക്കുക, ബിക്ക് പകരം Cl കൊടുക്കുക, കഴിയും. സിസ്റ്റം ട്രാൻസ് വരച്ചു. ഓക്കെ, ഇനി അടുത്തതാ ഇത് സിസ് ട്രാൻസ്. ഇതിന് ജോമെട്രിക്കൽ ഐസോമർസ് ഉണ്ടോ? അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ആണോ കോർഡിനേഷൻ നമ്പർ 6 ആണോ എന്ന് ചെക്ക് ചെയ്യണം. കോർഡിനേഷൻ നമ്പർ 4ൽ ഒറ്റ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. മെറ്റലിന് പ്ലാറ്റിനം എം, NH3 മോണോഡെൻഡേറ്റ് ആണ്, അപ്പം A എന്ന് കൊടുക്കാം, A4. ഇത് ബൈഡെൻഡേറ്റ് ആണെങ്കിൽ A എന്ന് കൊടുക്കേണ്ടി വന്നേനെ. ഓക്കെ, A4. പിന്നെ B2 MA4B2. ഓക്കെ, MA4B2 ജോമെട്രിക്കൽ ഐസോമർസ് ഉണ്ട്. എമ്മിന് പകരം PT എന്ന് കൊടുക്കുക, എക്ക് പകരം 4 വരുന്നതാണ് A കൊണ്ട്. A 4 ആണേ, അപ്പം 4 വരുന്ന ആൾക്ക് A കൊടുക്കുക. അപ്പോൾ എയുടെ സ്ഥാനത്തല്ല NH3 കൊടുക്കുക, ബിയുടെ സ്ഥാനത്തല്ല NO2 കൊടുക്കുക. NO കൊടുക്കുക, NO2 അല്ല NO കൊടുക്കുക, NO 2. ഇത് NO2 അല്ല, NO 2 ആണെന്നാണ്. NO2 ആണെങ്കിൽ അവർ ഇങ്ങനെ എഴുതിയാണ്. ഇതിപ്പം B2 അല്ല, B വരെ ഉള്ളൂ. MA4B വരെ ഉള്ളൂ. NO2 എന്ന് എഴുതിയേക്കുന്നത്, B വരെ ഉള്ളൂ. അതൊരു ടൈപ്പ്. ഓക്കെ, അടുത്തത്
ഇതിന് ജോമെട്രിക്കൽ ഐസോമർഫ്സം ഉണ്ടോ ചെക്ക് ചെയ്യാം. നമുക്ക് കോർഡിനേഷൻ നമ്പർ നോക്കാം. എം മോണോഡെൻഡേറ്റ് ആണ്, A3 മോണോഡെൻഡേറ്റ് ആണ്, B3 MA3B3 ജോമെട്രിക്കൽ ഐസോമർഫ്സം ഉണ്ട്. പക്ഷെ സിസും ട്രാൻസും അല്ല, ഫേഷ്യലും മെറിഡിയോണലും ആണ്. അപ്പം ഇത് വരച്ചു നോക്ക്. ഓക്കെ, അടുത്തതാ ഈ സാധനം. ഇതിന് ജോമെട്രിക്കൽ ഐസോമർഫ്സം ഉണ്ടോ? അപ്പോൾ കോർഡിനേഷൻ നമ്പർ നോക്കണം. 4 ആണോ 6 ആണോ? കോർഡിനേഷൻ നോക്കാം. CR മെറ്റൽ എന്ന് എഴുതി. EN എത്തിലീൻ ഡയമീൻ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, ബൈഡെൻഡേറ്റ്. അപ്പം ഞാൻ AA ബൈഡെൻഡേറ്റ്, 2 ബോണ്ട് AA ട്വൈസ്. CL മോണോഡെൻഡേറ്റ് ആണ്, B2. MAA ട്വൈസ് B2. ഇതാണ് MAA ട്വൈസ് B2 ജോമെട്രിക്കൽ ഐസോമർഫ്സം ഉണ്ട്. സിസും ട്രാൻസും വരച്ച് കാണിക്കും. ഇതാണ് ജോമെട്രിക്കൽ ഐസോമർഫ്സം ചോദിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന്. ഇങ്ങനെ 4 എണ്ണം മാത്രമേ ജോമെട്രിക്കൽ ഐസോമർഫ്സം എന്ന് ചോദിക്കൂ. ബാക്കി ഒന്നും ചോദിക്കില്ല. വന്നാലും നിങ്ങൾ ജോമെട്രിക്കൽ ഐസോമർഫ്സം ഇല്ല എന്നങ്ങ് എഴുതിയാൽ മതി. ഇത് 4 ഏതാണ് വരുന്നത് നോക്കുക, അതിനനുസരിച്ച് വരച്ച് വെക്കുക. ഇത് 4 ചോദിക്കാറുള്ളൂ. ഇപ്പോൾ ഇത് ഇയാൾ തന്നിട്ട് ഇതിന് ജോമെട്രിക്കൽ ഐസോമർഫ്സം ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പാണ്, ജോമെട്രിക്കൽ ഐസോമർഫ്സം ഉണ്ട്, 2 വരച്ച് വെക്കുക. സിമ്പിൾസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ജോമെട്രിക്കൽ കഴിഞ്ഞു. വരയ്ക്കുന്നത് ക്ലിയർ ആയിക്കോണേ, വരച്ച് വെച്ചോണേ. എക്സാമിന് ചോദിക്കുന്നതാണ്, വരച്ച് പഠിച്ചോളാം. കോർഡിനേഷൻ നിങ്ങളുടെ റിക്വസ്റ്റ് ആണ്, മാക്സിമം പഠിക്കുക കേട്ടോ. ഇത് സ്ഥിരം ചോദിക്കുന്നതാണേ. അത് കഴിഞ്ഞിട്ട് ഒപ്റ്റിക്കൽ ഐസോമർഫ്സം. ഒപ്റ്റിക്കൽ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, കൈറാലും അക്കൈറാലും. കൈറാലാണെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. ഒപ്റ്റിക്കൽ ഐസോമർഫ്സം ഉണ്ട്. ഡിയും എല്ലും. ഡിയെ വിളിക്കുന്ന പേര് ഡെക്സ്ട്രോ, എല്ലിനെ വിളിക്കുന്ന പേര് ലീവോ. അക്കൈറാലാണെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെങ്കിൽ ഡിയും ഇല്ല, എല്ലും ഇല്ല. എപ്പോഴാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമർഫ്സം കാണിക്കണമെങ്കിൽ കൈറാലായിരിക്കണം. ഒപ്റ്റിക്കൽ ഐസോമർഫ്സം കാണിക്കണമെങ്കിൽ, ഒപ്റ്റിക്കൽ ഐസോമർഫ്സം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അക്കൈറാലാണ്. ഒപ്റ്റിക്കൽ ഐസോമർഫ്സം കാണിക്കണമെങ്കിൽ കണ്ടീഷൻ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്, അതായത് നമ്മൾ ഒരു ഇതിനെ മിററിൻ്റെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ കിട്ടുന്ന ഇമേജും ഇതും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, യോജിച്ച് വെക്കാൻ പാടില്ല. അതിനാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 2 എണ്ണമേ പഠിക്കാനുള്ളൂ. ഒന്ന് MA4B2, 2 MAA ട്വൈസ് B2. ഈ 2 എണ്ണമേ പഠിക്കാനുള്ളൂ. MA4B2, MAA ട്വൈസ് B2. ഈ 2 എണ്ണം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇത് 2 എണ്ണമായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കണമെന്നൊക്കെ അറിയാമല്ലോ. അപ്പം ഞാൻ MA4B2, ഇതിന് ജോമെട്രിക്കൽ ഐസോമർഫ്സം ഉണ്ട്, ഇതിന് സിസും ഉണ്ട്, ട്രാൻസും ഉണ്ട്. ഞാനദ്യം സിസ് വരയ്ക്കാം. സിസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സിസ് നമ്മൾ ഓൾറെഡി വരച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും സിസ് എങ്ങനെ വരയ്ക്കേണ്ടതെന്നുള്ളത്. കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ B, ഇവിടെ B, ഇവിടെ A, ഇവിടെ A, ഇവിടെ A, ഇവിടെ. ഇതാണ് സിസ്. ഇതിനെ മിററിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണ്. ഇത് മിററാണ്. മിററിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണ്. മിററിൻ്റെ ഫ്രണ്ടിൽ ഓക്കെ. മിററിൻ്റെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ എന്താ, മുകളിൽ നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തലയും കാലും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും. ഇതിപ്പുറം വരും ഇതപ്പുറം പോവും രണ്ടിനെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റുമോ? പറ്റും. ഇതിനെ എടുത്ത് ഇതിന് മുകളിൽ വെച്ചാൽ ചേർന്നിരിക്കത്തില്ലേ? ഇരിക്കും. അങ്ങനെ ചേർന്നിരുന്നാൽ അതിനെ വിളിക്കുന്ന പേര് സൂപ്പർ ഇമ്പോസിബിൾ എന്നാണ്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കണമെങ്കിൽ എന്താവരുത്, സൂപ്പർ ഇമ്പോസ് ചേർത്ത് വെക്കാൻ പറ്റരുത്. അപ്പം സിസിന്, അതായത് MA4B2ൻ്റെ ഇത് 2 എണ്ണേ ചോദിക്കൂ. MA4B2ന് സിസും ട്രാൻസും ഉണ്ട്. സിസ് എന്തല്ല, ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ട്രാൻസ് വരയ്ക്കാം. ട്രാൻസ് ഇതാ B ഇവിടെ, A ഇതാണ്
ഒരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ, മിസ്റ്റേക്ക് പറ്റി. ഇത് ട്രാൻസ് ആണ് കേട്ടോ, ഞാൻ വരച്ച ട്രാൻസ് ആണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലാത്തത്. ഇത് ട്രാൻസ് ആണ്. ഇനി വരയ്ക്കാൻ പോകുന്ന സിസ് ആണ്. ഇത് സിസ് ആണ് കേട്ടോ, പറഞ്ഞത് തിരിഞ്ഞു പോയി കേട്ടോ. ഇത് സിസ് ആണ്. ഇതിൻ്റെ മിറർ ഇമേജ് വരയ്ക്കുന്നു. എം, ഓക്കെ. ബി അവിടെ തന്നെ ഉണ്ട്, എ അവിടെ തന്നെ ഉണ്ട്. ഈ ബിയും ഈ എ ഇവിടെ വരും, ബി എ. ഈ രണ്ട് എയും അപ്പുറം പോകും. ഇത് സിസ് ആണ്, ഇത് ട്രാൻസ് ആണ് കേട്ടോ. ട്രാൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇനി ഇതിനെ ചേർത്ത് വെക്കാൻ പറ്റും. ഇതിനടുത്ത് പൊക്കി ഇവിടെ വെച്ചാൽ ബിയും എയും ചേർന്നിരിക്കും. ഇവിടെ ബി ഇവിടെ എ ആണ്. ഇതിനെ ഇങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് ഇവിടെ ബി ഇവിടെ എ ആണ്, ചേർന്നിരിക്കത്തില്ല. അപ്പോൾ ഇതെന്താ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇങ്ങനെ ചോദിക്കാം. CrH2O4 times Cl2, ഇതിൻ്റെ ഏത് ഐസോമറാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ്, അല്ലെങ്കിൽ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? അപ്പം നമ്മൾ നോക്കുന്നു. Cr M, H2 മോണോണിൻഡേറ്റ് MA4 B2 MA4 B2 ഈ ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, എന്നാൽ ഇതിൻ്റെ സിസ് എന്താണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് പറഞ്ഞ് വരച്ച് കാണിക്കാം. ഇത് വരച്ചിട്ടാൽ ഫുൾ മാർക്കും തരും. കണ്ടോ, ഇതിനെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും, ഇതിനെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് വൺ MAA twice B2. MAA twice B2നും രണ്ട് ഐസോമർസും ഉണ്ട്, സിസും ട്രാൻസും. രണ്ട് ഞാൻ വരയ്ക്കാം, നോക്കിക്കോണേ. ഇത് സ്ഥിര എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ, ഇതങ്ങനെ വലുതായിട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ഐസോമർസ് ഞാൻ വരയ്ക്കാം. ബോർഡ് നോക്കിക്കോളാം. M, ഓക്കെ, AA B B. ഇതേതാ? ഇത് ട്രാൻസ് ആണ്. ട്രാൻസ്. ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുന്നു. ഓക്കെ, ഇതിപ്പുറം വരും, ഇതപ്പുറം പോവും. എ മുകളിലത്തേനും താഴത്തേനും മാറ്റമില്ല, സെയിം അല്ലേ, ചേർത്ത് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതെന്താണ്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പോൾ ട്രാൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഒപ്റ്റിക്കലി ആക്റ്റീവ്? സിസ് ആണ്. സിസ് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാവേ, നോക്കിക്കോണേ. എം, സിസ് നമ്മൾ വരച്ചിട്ടുണ്ട്, ബുക്കിൽ വരച്ചിട്ടിട്ടുണ്ട്. തൊട്ട് മുന്നേ അങ്ങോട്ട് വരച്ചിട്ടതാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓടിച്ച് പറയുന്നത്, കാരണം അത് വരച്ച് നിങ്ങൾ പഠിച്ചോണം. എക്സാമിന് പഠിച്ചിട്ടേ പോകുള്ളൂ മസ്റ്റായിട്ടും. സിസ് വരയ്ക്കാം. ബി ബി എ എ എ. ഇതിനൊന്ന് മിറർ ഇമേജ് എടുത്തേ. മിറർ ഇമേജ് മുകളിന് മാറ്റമില്ല, ബി അവിടെ തന്നെ അല്ലേ. ഇതിപ്പുറം വരും, ഇതിപ്പുറം, ഇതെല്ലാം ഇപ്പുറം വരും, ഇതെല്ലാം ഇപ്പുറം വരും, ഇത് അപ്പുറം പോകും. എ അപ്പുറം വരും, ഇതിപ്പുറം വരും. ഇവിടെ ബി ഇവിടെ വരും, ഇതിപ്പുറം വരും. എ കല്ലേ. മിറർ ഇമേജ് എടുത്ത് തിരിഞ്ഞു. ചേർത്ത് വെക്കാൻ പറ്റുമോ? ചേർത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ സിസ് എന്താണ്, ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. ട്രാൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്. ഇതിൻ്റെയും ട്രാൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്, സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. ഈ രണ്ട് ക്വസ്റ്റ്യനാണ് സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കുന്നത് ഒപ്റ്റിക്കൽ ഐസോമർസിൻ്റെ കേസിൽ. ജോമെട്രിക്കലിൻ്റെ കേസിൽ ഏതൊക്കെ ചോദിക്കുന്നത് കണ്ടല്ലോ, വരച്ചു വിട്ടല്ലോ. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മോളിക്യൂളാണ് തരുന്നത്, അതിനെ ഏത് ഫോമിലാണെന്ന് വെച്ചാൽ അതിലോട്ട് മാറ്റുക, എന്നിട്ട് കണ്ടുപിടിക്കുക. പെട്ടെന്ന് പഠിച്ചോണം. 3 മാർക്ക് 4 മാർക്കിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ക്ലിയർ ആണേ? ഐസോമർസം കഴിയും. ഇനി നമുക്കുള്ളത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണ്. ക്രിസ്റ്റൽ ഫീൽഡ് അത് സിമ്പിളാണ്. 2 ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ട്, ടെട്രാഹീഡ്രലിലെയും ഒക്ടാഹീഡ്രലിലെയും. അത് കറക്റ്റായിട്ട് കാണാതെ വരയ്ക്കാൻ പഠിക്കാം. ഞാൻ രണ്ടിൻ്റെയും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കാണിക്കാം. ആദ്യം കോർഡിനേഷൻ നമ്പർ 4 കാണിക്കാം, രണ്ടാമത് കോർഡിനേഷൻ നമ്പർ 6 കാണിക്കാം. രണ്ടെണ്ണവും ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഇതിലേതെങ്കിലും ഒന്ന് 2 മാർക്കിനോ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹീഡ്രൽ കോമ്പൗണ്ട് എന്നോ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹീഡ്രൽ എന്നോ ചോദിക്കും. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ടെട്രാഹീഡ്രൽ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനകത്ത് കാണും. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ എന്തെന്ന് പറഞ്ഞ് കാണും, ഒക്ടാഹീഡ്രൽ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനകത്ത് കാണും. ഇതിലേതാണോ ക്വസ്റ്റ്യനകത്ത് തരുന്നത് അതിനനുസരിച്ച് ചെയ്യുക. ടെട്രാഹീഡ്രൽ ആണോ ഒക്ടാഹീഡ്രൽ ആണോ അതിനനുസരിച്ച് ചെയ്യാം. ടെട്രാഹീഡ്രൽ ആണെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാം? ഡി ഓർബിറ്റൽസ്, മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് 5 എണ്ണം. ഡി ഓർബിറ്റൽസ് 5 എണ്ണം. ബിഫോർ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ 5 പേർക്കും സെയിം എനർജിയാണ്. വിളിക്കുന്ന പേര് ഡീജനറേറ്റ്. 5 പേർക്കും ഒരേ എനർജിയാണ്. എന്നാൽ ലിഗാൻഡ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5 പേർക്കും ഡിഫറൻറ്റ് എനർജി ആകും. അവർ സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? 2, 3. ഈ 2 ഓർബിറ്റൽസിനെ വിളിക്കുന്ന പേര് EG. ഈ 2 ഓർബിറ്റൽസിനെ വിളിക്കുന്ന പേര് T2G. 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ 5 എണ്ണം ഇതെപ്പോഴാണ്? ആഫ്റ്റർ ലിഗാൻഡ് അപ്രോച്ച്.
നമ്മുടെ മെറ്റൽ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് 5 അതിൻ്റെ മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് ആണ്. കാരണം നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അതിൻ്റെ അവസാനത്തെ ഡി ഓർബിറ്റൽസിന് 5നും ഒരേ എനർജിയാണ്. എനർജി വിളിക്കുന്ന പേരാണ് ഡീജനറേറ്റ്. ഇപ്പോൾ ഇത് നോൺ ഡീജനറേറ്റ് ആയി. 5 പേർക്കും ഡിഫറെൻറ്റ് എനർജി. നോൺ ഡീജനറേറ്റ് 5 പേർക്ക് ഡിഫറെൻറ്റ് എനർജി. ഈ സമയത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. T2G EG ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. T2Gയിൽ 3 EGയിൽ 2. ഇനി ഇവർ തമ്മിലുള്ള ഈ സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഡെൽറ്റ മീൻസ് ക്രിസ്റ്റൽ ഫീൽഡ്, ടി മീൻസ് ടെട്രാഹൈഡ്രൽ. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹൈഡ്രൽ. ഇനി ഇതിൻ്റെ വാല്യൂസ് ഇതാണ്. മെയിൻ എനർജി ലെവൽ ഇത്രയും കൂടി ഇത്രയും കുറഞ്ഞു. കൂടിയ വാല്യൂ എന്ന് പറയുന്നത് +2/5 ഡെൽറ്റ ടിയും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് -3/5 ഡെൽറ്റ ടി ആയിരിക്കും. ഇതങ്ങ് വരച്ച് വെച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇതാണ് കോർഡിനേഷൻ നമ്പർ 4ൻ്റെ സ്പ്ലിറ്റിങ്. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ ഇതേ കണക്ക് തന്നെ 1 2 3 4 5 5 ഡി ഓർബിറ്റൽസ് ആണ്. ബിഫോർ ലിഗാൻഡ് അപ്രോച്ച് ഡീജനറേറ്റ് അവിടെ എഴുതണം. 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. താഴെ 3 മുകളിൽ 2. ഇവിടെ താഴെ 2 മുകളിൽ 3. ഇവിടെ മുകളിൽ 2 താഴെ 3. ഈ സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ ഒ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹീഡ്രൽ. ഇത് EG, ഇത് T2G. നേരത്തെ തിരിച്ചാണ് EG T2G, അവിടെ T2G EG. ഇനി ഡിഫറൻസ് ഇത്രയും കൂടി അത് +3/5 ഡെൽറ്റ ഒയും ഇത്രയും കുറഞ്ഞു അത് -2/5 ഡെൽറ്റ ഒയും. ഇതാണ് ടെട്രാഹൈഡ്രൽ. ബാക്കിയുള്ള എഴുതണേ. ആഫ്റ്റർ ലിഗാൻഡ് അപ്രോച്ച് നോൺ ഡീജനറേറ്റ്, ബിഫോർ ലിഗാൻഡ് അപ്രോച്ച് ഡീജനറേറ്റ്. അതും കൂടെ എഴുതി വെക്കാം. ഇതാണ് കോർഡിനേഷൻ നമ്പർ 4ലെയും കോർഡിനേഷൻ നമ്പർ 6ലെയും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഇനി ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കളർ കാണിക്കുന്നത്? കളർ കാണിക്കാൻ കാരണം DD ട്രാൻസിഷൻ ആണ്. ഈ ഡിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതുകൊണ്ടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കളർ കാണിക്കുന്നത്. കളറിന് കാണാം DD ട്രാൻസിഷൻ. പിന്നെ ഇതിനകത്ത് നിങ്ങൾ മറ്റേ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ഒക്കെ നോക്കണം കേട്ടോ. ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ആ ഒരു എത്രത്തോളം ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്. അതിൻ്റെ ഓർഡറിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്. നമ്മുടെ നോട്ടിനകത്ത് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നീട് 4 മോളിക്യൂളിൻ്റെ ഷേപ്പ് പഠിക്കണം. ഒരു 4 മോളിക്യൂൾ. ആ 4 നമ്മുടെ നോട്ടിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതേ കണക്ക് തന്നെ നമുക്ക് പഠിക്കാം, വേറെ കാര്യമൊന്നുമില്ല. 4 മോളിക്യൂൾ, 4 മോളിക്യൂൾ. ഒന്നാമത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് NiCl4-, then NiCN4-2-. ഇത് രണ്ടാണ്. ഈ 2 മോളിക്യൂളിനെ മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. NiCl4-2-ഉം NiCN4-2-. നമുക്ക് എക്സാമിൽ സ്ഥിരം ചോദിക്കുന്നതാണ് NiCl4. എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നോട്ടിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബോണ്ട് ഫോം ചെയ്യും എല്ലാം നോട്ട്സായിട്ട് അതേ കണക്കാണ്. ഈ 4 മോളിക്യൂളിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചു. 2 എണ്ണമായി. ഈ 2 എണ്ണം ഉണ്ട്. നമ്മുടെ നോട്ട്സിനകത്ത് 4 എണ്ണം ഉണ്ട്. പിന്നെ 2 എണ്ണം CONH3 6 times 2+ഉം COF6 2-. സോറി 3-. ഈ 4 മോളിക്യൂളിൻ്റെയും ഷേപ്പും ഹൈബ്രിഡൈസേഷനും എങ്ങനെയാണ് എഴുതുന്നതെന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് NiCl4-ൻ്റെത് sp3 ആണ് ഹൈബ്രിഡൈസേഷൻ. ഇതിൻ്റെ DsP2 ആണ്. ഇതിൻ്റെത് sp3D2 ആണ്. ഇതിൻ്റെത് D2sp3 ആണ്. ഇതിൻ്റെത് sp3D2 ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഷേപ്പ് ഒക്ടാഹീഡ്രൽ ആണ്. ഇതിൻ്റെ ഷേപ്പ് സ്ക്വയർ പ്ലാനാർ. ഇതിൻ്റെ ഷേപ്പ് ടെട്രാഹൈഡ്രൽ. ഇതെങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നോട്ടിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ട്സ് ജസ്റ്റ് പഠിച്ചാൽ മാത്രം മതി, വേറെ കാര്യമൊന്നുമില്ല. ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നത്. നമ്മൾ കുറേ വർഷമായിട്ട് ഇത് ചോദിക്കാറില്ല. നമുക്കങ്ങനെ ചോദിച്ചാൽ 2 മാർക്കിൽ അല്ലെങ്കിൽ 3 മാർക്കിലാണ്. ഇതിൽ 4 ഏതെങ്കിലും ഒന്ന്. ഓക്കെ. അപ്പോൾ കൂടുതലും ചോദിച്ചത് NiCl4-ഉം CONH3 6 times 3+ഉം ആണ്. എന്തായാലും മസ്റ്റായിട്ട് അത് 2 നോക്കിയിട്ട് പോകും. ഓക്കെ. പിന്നെ ഞാൻ ഒപ്റ്റിക്കൽ പറഞ്ഞപ്പോഴത്തേക്ക് ഒരാളെ വിട്ടുപോയി. ഒരാളുടെ ഒപ്റ്റിക്കൽ ഐസോമർസും കൂടെ നോക്കണം കേട്ടോ. അത് MAA ത്രൈസ് ആണ്. ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഐസോമർസ് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. ഇതും കൂടെ ഉള്ളൂ. കഴിഞ്ഞു. തീർന്നു. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തീർന്നു.
എം ഓക്കെ എ എ ഓക്കെ തിരിച്ചിടുമ്പോൾ എന്ത് ചെയ്യും? ഇതപ്പുറം പോകും. എ ഇതിവിടെ വരും, ഇതിവിടെ വരും. കണ്ടോ? ചേർത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതും എന്ത് കാണിക്കും? ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ CREN ത്രൈസ്, ഇത് ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കുമെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പം CREN ത്രൈസ് നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. CRന് പകരം M, EN ബൈഡൻറ്റേറ്റ് ലിഗാൻഡാണ്. അപ്പം A എന്ന് കൊടുത്തു. അങ്ങനെ 3 എണ്ണം. അപ്പോൾ എന്തുവാ? MAA ത്രൈസ്. അപ്പം ഈ എയ്ക്ക് പകരം എന്തെന്ന് കൊടുത്താൽ മതി? EN. എയ്ക്ക് പകരം എന്തെന്ന് കൊടുത്താൽ മതി? EN. എയ്ക്ക് പകരം എന്തെന്ന് കൊടുത്താൽ മതി? EN. എമ്മിന് പകരം CR. അത് കണക്കാണ് ഇവിടെ. എന്നിട്ട് വരച്ച് വെച്ചാൽ ആൻസറായി. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ഇതിനകത്ത് എക്സ്ട്രാ പഠിക്കേണ്ടത് ഒന്ന് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്താണെന്ന് പഠിക്കണം. ലിഗാൻഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മോണോഡേറ്റ്, ബൈഡൻറ്റ്, അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു. ഐസോമർസം ഫുൾ ഡെഫിനേഷൻ പഠിക്കണം, നോട്ട്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്രയും പറഞ്ഞു ഒപ്റ്റിക്കൽ, ജോമെട്രിക്കൽ അല്ല ഇത്രയും ഐസോമർസം മസ്റ്റായിട്ട് പഠിക്കണം, എക്സാമിന് ചോദിക്കും. 4 മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പഠിക്കണം. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ കോർഡിനേഷൻ നമ്പർ 6, കോർഡിനേഷൻ നമ്പർ 4 മതി. ഇത്രയും ഉണ്ടെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് സെറ്റ്. 10 മാർക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകും.